ചേച്ചി കഴിക്കുമോ, അവരങ്ങനെ ഒരു സ്ത്രീയാണോ, അവരെക്കുറിച്ച് അങ്ങനെ പറയാമോ, അതിൻ്റെ ചെറിയൊരു ഭാഗം കഴിക്കുമല്ലോ എന്നുള്ളത് എന്താ പറയണമെന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം നമുക്ക്. പുള്ളിക്കാരി പറഞ്ഞതാണ് ഞാൻ കഴിക്കും, എൻ്റെ കാശ് ഞാൻ കഴിക്കും. പുള്ളിക്കാരുടെ ഫേസ് തന്നെ കാണുന്നത് കണ്ടറിയാം. ഇതേപോലെ പല സമയത്ത് പറയുന്ന പല വീഡിയോസ് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഫുൾ വീഡിയോയിൽ കാണാം. ആ ഫോൺ കട്ടായി പോയി. എന്നോട് പറഞ്ഞത് എൻ്റെ പുറത്തുനിന്ന് അടിച്ചു. അവിടുന്ന് തിരിച്ച് വരുന്ന വഴിയിൽ അടിച്ച് ലെക്ക് കെട്ടിട്ട് വണ്ടി ഒരു മതിൽമ കൊണ്ട് ഇടിച്ചു. ആ കുറ്റം ഞങ്ങളുടെ ഡ്രൈവറായ ബൈജു ചേട്ടനാണ് അവിടെ പോയിട്ട് അവരെ പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് കേസാവാതെ ഒരു വാർത്തക്കാർക്കും വാർത്ത കൊടുക്കാതെ പുള്ളിക്കാരിയെ വേറെ വണ്ടിയിൽ കയറ്റി വിട്ട് പോകുന്നത്. വെള്ളം മാത്രമാണോ വേറെ പലതുണ്ടോ, ഇതൊക്കെയുള്ള അഭ്യൂഹങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ചേച്ചിയാണെങ്കിൽ തന്നെ കാശില്ലാത്ത സമയത്ത് നല്ല പോലെ അണിഞ്ഞൊരുങ്ങി വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു ഗെറ്റപ്പിൽ നടക്കുള്ളൂ. അപ്പോൾ ഞാൻ മദ്യം മേടിച്ച് കൊടുക്കാറുമില്ല, അതിന് സപ്പോർട്ട് ചെയ്യാറില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ ചിട്ടിയുണ്ട്. ബ്രദറിന് അറിയാം ഇത് എങ്ങനെ അടയ്ക്കുന്നു, ഇവർക്ക് എന്താണ് അതിന് മാത്രം വരുമാനം. ഇതൊന്നും ഒരു രൂപ പോലും എനിക്കോ ഇതിൻ്റെ മെയിൻ ഡയറക്ടറായിരിക്കുന്ന മാര്യ ബ്രദറിനോ ഇതിനകത്ത് മറ്റ് ബോർഡ് മെമ്പേഴ്സിനോ ഇതിലെ സ്റ്റാഫുകൾക്കോ എടുക്കാൻ സാധിക്കില്ല. അവർ ആ ഒരു ഹെയർ പോലും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഈ മന്ത്ലി എന്ത് എമൗണ്ട് ചിലവാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതെല്ലാം പാവപ്പെട്ട ജനങ്ങൾ കൊടുക്കുന്ന പൈസയാണ്. ചേച്ചി എന്ന് പറഞ്ഞാൽ ഒരു ഹൈഫൈ സ്റ്റൈലിൽ അങ്ങനെ പോവുള്ളൂ. എന്നോട് പോലും പറഞ്ഞിട്ടുണ്ട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. നഞ്ചിയമ്മക്ക് വീട് വെച്ച് കൊടുത്തു. ചേച്ചിയുടെ ഒറ്റ ആളുടെ ആഗ്രഹം നിങ്ങൾ സത്യം പറയണം, സത്യത്തിൽ നിന്ന് പറയണം. നഞ്ചിയമ്മയ്ക്ക് കിലോക്കാരി വീട് വെച്ച് കൊടുത്തിട്ട് വേണം. അപ്പോൾ ഇത് തീവ്രവാദ സംഘടനയാണെങ്കിൽ പുള്ളിക്കാരി ആരാ? അതിൻ്റെ കോഫൗണ്ടർ. കാരണം വെച്ചാൽ ഇവർ കിട്ടുന്ന ഫണ്ടുകൾ പല വഴിക്ക് തിരിക്കുന്നു. നാളെ ഇത് ഇവർ പറയാതെ NIA അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കയറി പിടിച്ചു എന്ന് വിചാരിച്ചു, ഈ ഇരിക്കുന്ന മനുഷ്യനല്ലേ ഏറ്റവും വലിയ കള്ളനാവുക. കാരണം ഇങ്ങനെയല്ല അതിൻ്റെ ഡയറക്ടർ പാകിസ്ഥാൻ ചാരനാവും. ഇപ്പം തന്നെ കമൻറ്റ് കണ്ടില്ലേ, ഇതിൻ്റെ അപ്പുറം വിഷയങ്ങളാവും. അടിച്ചില്ലെങ്കിലുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടേ ഭയങ്കര സ്നേഹമാണ്. ഇപ്പോൾ ഒരാൾ വന്നു 10 രൂപ ചോദിച്ചു 20 രൂപ കൊടുക്കും. അത് 2 കഴിച്ചാലുള്ള പ്രശ്നം. എപ്പോഴും മിക്സ് ചെയ്ത് കയ്യിലൊക്കെ കൊണ്ടു നടക്കാറൊക്കെ ഉണ്ട്. ലാസ്റ്റ് ഡേ അവിടെ പോകുന്നതിന് മുമ്പ് ചേച്ചി അവരെ വീട്ടിൽ പോയിട്ട് 2 കുപ്പി മേടിച്ചിരുന്നു. ബ്രദറിന് കഴിക്കാനാണെന്ന് പറഞ്ഞാൽ മേടിച്ചത്. ബ്രദറിൻ്റെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത് അത് അവർക്ക് കഴിക്കാനാണെന്നുള്ളത്. ഞാൻ പറഞ്ഞില്ല, എനിക്കറിയാവുന്ന കാര്യത്തിൽ ചിലതൊക്കെ ഞാൻ ചില വേണ്ടാത്ത സാഹചര്യത്തിലൊക്കെ ചിലതൊക്കെ കണ്ടിട്ടുണ്ട്. അത് വേണ്ട എന്നുള്ളത് ഞാനും ചേച്ചിയോട് പറഞ്ഞത് കേൾക്കില്ല. നമസ്കാരം. മാരിയോ ജിജി മാരിയോ ദമ്പതികൾക്കിടയിലെ പ്രശ്നങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞു കാണുമല്ലോ. ഇതിൽ മാരിയോയുടെ ഭാഗം എന്താണെന്ന് നമ്മൾ ഇതിനോടകം വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി കാണുമല്ലോ. മാരിയോ ജിജി മാരിയോ ദമ്പതികൾക്കിടയിലെ പ്രശ്നങ്ങളിൽ പ്രധാന കാരണക്കാരനായി എത്തുന്നത് അജ്മൽ എന്ന മാമോദിസ മുങ്ങി സാംസണായി എത്തിയ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ പേര് മാരിയോയും ജിജി മാരിയോയും പലതവണ പറഞ്ഞതായിട്ട് ഇതിനോടകം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കേട്ടതുമാണ്. മാരിയോയ്ക്ക് സാംസൺ അത്രമേൽ പ്രിയപ്പെട്ടവനാണെങ്കിൽ ജിജിക്ക് സാംസൺ മാരിയോയെ വശത്താക്കി വെച്ചിരിക്കുന്ന, തന്റെ സ്വത്തുക്കളെല്ലാം അപഹരിക്കാൻ വന്നിരിക്കുന്ന ഒരു വില്ലനാണ്. കഴിഞ്ഞ ദിവസം ജിജിയുടേതായി പുറത്തു വന്ന ഓഡിയോയിലടക്കം മാരിയോയും അജ്മലും തമ്മിൽ മോശം ബന്ധമാണ് എന്ന തരത്തിൽ വരെ പദപ്രയോഗങ്ങൾ ജിജി നടത്തുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കേട്ടതുമാണ്. ഇങ്ങനെ അജ്മൽ എന്ന പേര് ജിജി മാരിയോ പ്രശ്നങ്ങൾക്കിടയിൽ ഒരുപാട് ഉയർന്നു കേൾക്കുമ്പോൾ ആരാണ് അജ്മൽ എന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ട ഒരു സമയമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ആരാണ് അജ്മൽ എന്നാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്താണ് ഈ വിഷയത്തിൽ അജ്മലിന്റെ റോൾ എന്ന് അദ്ദേഹം തന്നെ നമ്മളോട് പറയുന്നു. കേൾക്കാം. അജ്മൽ എന്ന സാംസൺ, എങ്ങനെയാണ് ആ ഒരു മാറ്റം സംഭവിച്ചത്? പഠിക്കുമ്പോൾ തൊട്ടേ എന്താ പറയുക, ഞാൻ മുൻപ് ഫോട്ടോഗ്രാഫറായിരുന്നു. വീഡിയോ ഒക്കെ എടുത്തിരുന്നു. ഒത്തിരി വെഡിങ് വർക്കുകളും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. അപ്പോൾ ഈ ക്രിസ്ത്യാനിറ്റിയോട് നമ്മളിങ്ങനെ പള്ളികളിലൊക്കെ പോയി പല പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ കേട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈശോയുടെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ലൈഫിൽ ഒരു നടക്കാൻ പാടില്ലാത്ത 1-2 ഇൻസിഡൻസ്, അതായത് ചെറിയൊരു അപകടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടന്നു. ആ സമയത്ത് വലിയൊരു ബുദ്ധിമുട്ടിലേക്കും കാര്യങ്ങളിലേക്കും ഒരു ക്രൈസിസിലേക്ക് ഞാൻ പോയ സമയത്ത് എനിക്ക് വേണ്ടി ഒരു കുടുംബം പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരം പോലെ ഒരിത് സംഭവിച്ചു അവിടെ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈശോ പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ ഒരു വാക്ക് എനിക്ക് വല്ലാതെ കൊണ്ടുപോയി. ആരാണ് ഈശോ എന്നുള്ളൊരു അന്വേഷണം അവിടെ തൊട്ട് തുടങ്ങിയതാണ് ലൈഫിൽ. അങ്ങനെ തുടങ്ങി ഏകദേശം ഞാനൊരു 10 കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ ഞാൻ പൂർണ്ണമായിട്ട് എന്താ പറയുക ഇസ്ലാം മതത്തിന് എതിരെന്ന് പറയില്ല, എനിക്ക് അതിനോട് താല്പര്യമില്ല. പല കാര്യങ്ങളും എനിക്ക് ഒത്തു പോകാൻ ഭയങ്കര പ്രയാസമായിരുന്നു. അങ്ങനെ ഞാൻ വിട്ട് കാര്യങ്ങൾ അങ്ങനെ വിട്ടു. അതിനുശേഷം എന്താ പറയുക എന്താ പറയുക ലൈഫ് വേറൊരു ലെവലിലേക്ക് പോകുന്നു. അപ്പോൾ തൊട്ടിട്ട് വീട്ടിൽ നിന്നാണെങ്കിലും ഈ ഇസ്ലാം മതത്തിൽപ്പെട്ട പല ആളുകളുടെ ഭാഗത്തു നിന്നുള്ള പലതരത്തിലുള്ള കുത്തലുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മാരിയോ ബ്രദറിനെ എപ്പോഴാണ് പരിചയപ്പെടുന്നത്? മാരിയോ ബ്രദറിനെ പരിചയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ 2018 ഞാൻ ആദ്യമായിട്ട് ആക്ച്വലി മാരിയോ ബ്രദറിനെ പരിചയപ്പെടുന്നത്. അത് മാരിയോ ബ്രദറിൻ്റെ അടുത്തേക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ആവണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണം എന്നൊരാഗ്രഹം, കൺവേർട്ട് ആവണം, എനിക്ക് ഇതിനെക്കുറിച്ച് പഠിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പാലക്കാടിലൊരു അച്ഛനുണ്ട്, ആളൊരു കോളേജിലെ ഡയറക്ടറായിരുന്നു. ആളുടെ പേര് ഞാൻ പറഞ്ഞില്ല, കാരണം വെച്ചാൽ നാളെ സോഷ്യൽ മീഡിയ എടുത്തിട്ട് ആൾ കിട്ടുന്ന തെറിയായിരിക്കും. എനിക്ക് പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ്.
കൂടാതെ ഞങ്ങൾ തമ്മിൽ പേഴ്സണലി ഭയങ്കര അടുപ്പുണ്ടായിരുന്നു. വെച്ചാൽ പുള്ളി ഇടവക വികാരിയായിരിക്കുന്ന സമയത്തും പല സ്ഥാപനങ്ങളുടെ ചാർജിലിരിക്കുമ്പോഴും അവിടുത്തെ പല ഫംഗ്ഷൻസിൻ്റെ ഒക്കെ വർക്ക് എടുക്കാനൊക്കെ എന്നെ ഫോട്ടോഗ്രാഫി ഏൽപ്പിക്കുകയും കാര്യങ്ങളും അതിന് പുറമെ ഞങ്ങൾ പേഴ്സണലി ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നു. ഞാൻ എന്ത് സംശയം ഉണ്ടായാലും പുള്ളിയോട് ചോദിക്കാറൊക്കെയുണ്ട്. അപ്പോൾ എനിക്ക് വളരെ നന്നായിട്ട് അതിന് ഉത്തരം തരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിയോടെ ഞാനിങ്ങനെ പോയിട്ട് പറഞ്ഞു എനിക്ക് മാമോദിസ മുങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി വളരെ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു പുതിയ പ്രേമം തുടങ്ങിയല്ലാന്ന് ചോദിച്ചത്. അതായത് ആരോടാ ഒരു ഇഷ്ടമല്ല വർത്താൻ അപ്പോൾ നല്ല ഇഷ്ടം കൊണ്ടൊന്നല്ല എങ്ങനെയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു നീ അങ്ങനെയാണെങ്കിൽ പോയിട്ടൊരു ധ്യാനമൊക്കെ കൂടും, എന്നിട്ട് നീ എടുത്ത തീരുമാനം കറക്റ്റ് ആണോ എന്ന് നീ ആദ്യം ചിന്തിക്കണം. കാരണം വെച്ചാൽ നീ ഇത് ചേഞ്ച് ആവുന്നതോട് കൂടിയിട്ട് നിൻ്റെ ലൈഫ് വേറെ ലെവലിലേക്ക് പോകും. ഒത്തിരി ഉപദ്രവങ്ങളും കാര്യങ്ങളും വേണ്ട. ഇപ്പം ഞാൻ നിന്നെ പിടിച്ച് മാമോദിസം മുക്കിയ എന്നെ പിടിച്ച് കുറിച്ച് തറക്കാൻ ക്രിസ്ത്യാനികളായിരിക്കും മുമ്പിൽ. അപ്പോൾ നീ അതുകൊണ്ട് അത് സൂക്ഷിക്കണം. അപ്പോൾ നീ നന്നായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമായാൽ മതി എന്ന് പറഞ്ഞു. അച്ഛൻ എനിക്ക് വേണ്ട കുറേ സപ്പോർട്ട് വന്നു. അച്ഛനാണ് സത്യം പറഞ്ഞാൽ ആക്ച്വലി എന്നോട് ഇങ്ങനെ ഒരാളുണ്ട്, ആളിങ്ങനെ കൺവേർട്ടഡ് ആണ്, ആളുടെ ഒരു പ്രോഗ്രാം പോയി കൂടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആളുടെ ധ്യാനം വിളിച്ച് ബുക്ക് ചെയ്തു. അത് ഫസ്റ്റ് ഇതിലെ ഫോൺ എടുത്ത് ചേച്ചീനെ ഫോൺ എടുത്തു. അപ്പോൾ ഞാനിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു അയ്യോ നിങ്ങൾക്കൊന്നും പറ്റില്ല, നിങ്ങൾ മുസ്ലിം അല്ലേ, ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ പ്രാർത്ഥന കാര്യങ്ങൾ അതുപോലത്തെ ഒരു ഇതാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആകാൻ ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞു ഞാൻ ആക്ച്വലി ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. പുള്ളിക്കാർ നിങ്ങളുടെ ഇഷ്ടം വന്നോളൂ, 1200 രൂപ അങ്ങനത്തെ ഫീസ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ധ്യാനം ബുക്ക് ചെയ്തു. അവർ പ്രോഗ്രാം പോയി അറ്റൻഡ് ചെയ്തു. എനിക്ക് ഇദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് പെട്ടെന്ന് കണക്റ്റഡായി. കാരണം വെച്ചാൽ ഞങ്ങൾ ഇസ്ലാമിൽ നിന്ന് പഠിച്ചതും ക്രിസ്ത്യാനിറ്റിയോടുള്ളതും കൂടെ പെട്ടെന്ന് എനിക്ക് കണക്റ്റഡായി. അങ്ങനെ 2018 അത് 17 18 പ്രളയത്തിൻ്റെ സമയത്ത് കഴിഞ്ഞ് നിൽക്കുന്ന ആ ഫസ്റ്റ് സമയത്ത് അങ്ങനെ വന്ന് അത് കഴിഞ്ഞ് ഞാൻ പുള്ളിയോട് പോയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ കൺവേർട്ടാണ്. അപ്പോൾ പുള്ളി പറയോ ഞാൻ അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യുന്നില്ല, അതൊക്കെ വല്ല വൈദികരുമാണ് ചെയ്യാൻ, നമുക്ക് അതിൻ്റെ ഇതില്ലല്ലോ, പിന്നെ നീ വിചാരിക്കുന്ന പോലെ എനിക്ക് നിന്നെ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയില്ല. എന്നിട്ട് ഞാൻ പുള്ളിയെ വിട്ടില്ല. ഞാൻ പുള്ളിയെ ഫോൺ ചെയ്ത് വിളിച്ചുകൊണ്ടിരുന്നു. ചേച്ചിയുടെ ഫോണിൽ തന്നെ വിളിക്കാൻ ഞങ്ങൾ സംസാരിക്കും. അങ്ങനെ ഞാനായിട്ട് വാശി പിടിച്ച് എനിക്ക് നല്ലൊരു ജോലിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അത് വിട്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ എൻ്റെ ഇഷ്ടത്തിന് വന്നു. അപ്പോൾ പോരുമ്പോഴും പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, വെറും 10,000 രൂപയും ചിലപ്പോൾ 100 സ്ക്വയർ ഫീറ്റിൻ്റെ റൂം താമസിക്കാൻ തരാൻ ഒക്കുള്ളൂ, പിന്നെ ധ്യാനം ഇല്ലാത്ത സമയത്ത് അവിടുന്ന് ഭക്ഷണം കിട്ടും, അല്ലാത്ത സമയത്ത് നീ നിൻ്റെ ഫുഡും കാര്യങ്ങളും നീ ആയിട്ട് തന്നെ നോക്കണം എന്നുള്ളതാണ് പുള്ളി പറഞ്ഞിരുന്നത്. അങ്ങനെ ഞാനായിട്ട് വാശി പിടിച്ച് പുള്ളിയുടെ കൂടെ കൂടി. അപ്പോൾ പുള്ളി ചോദിച്ചു, ഞാൻ വരുമ്പോൾ ചോദിച്ചു നിനക്ക് എന്താ ജോലി അറിയാം? ഞാൻ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ ബ്രദറിൻ്റെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് തരാം, അതുപോലെ വണ്ടി ഓടിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ വായോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2018 തൊട്ടിട്ട് അവരെ കൂടെ വന്നു. ഞങ്ങൾ ആദ്യ സമയങ്ങളിലെല്ലാം ഫുള്ളായിട്ട് ധ്യാനം കാര്യങ്ങൾ ഇങ്ങനത്തെ പ്രോഗ്രാംസ് മാത്രം എടുത്തിരുന്നത്. ആ സമയത്ത് ചേച്ചി അങ്ങനെ ആക്റ്റീവ് അല്ലായിരുന്നു. പുള്ളിക്കാരി ധ്യാനത്തിൻ്റെ ഇടയിൽ ഒരു 1 hour ജസ്റ്റ് ഒരു സാക്ഷ്യം മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. ഇങ്ങനെ ക്ലാസ്സുകളോ മോട്ടിവേഷണൽ വീഡിയോസോ അങ്ങനെയൊന്നും ചെയ്തില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ ബ്രദറിൻ്റെ കൂടെയൊക്കെ ചില വീഡിയോസൊക്കെ അവർ ഒരുമിച്ചിരുന്നു, ചേച്ചിയുടെ സെപ്പറേറ്റ് ഒക്കെ എടുക്കുമായിരുന്നു. വന്ന സമയത്ത് ജിജിക്ക് അജ്മലിനോടുള്ള ഒരു സമീപനം എങ്ങനെയായിരുന്നു? അന്നൊക്കെ സ്നേഹമായിരുന്നോ, ലോഹ്യത്തിലായിരുന്നു, എങ്ങനെ ട്രീറ്റ് ചെയ്തു? പിന്നെ നല്ല ഇതിലായിരുന്നു. കാരണം വെച്ചാൽ എൻ്റെ കയ്യിൽ എത്ര ഫോട്ടോസ് ഉണ്ടെന്ന് അറിയും. അത് അവരെ ധ്യാന ടീമിൽ ധ്യാനം കൂടിയ ആളുകളോട് ചോദിച്ചാൽ അറിയാം. ഞാൻ വന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിനാണെങ്കിലും ഫിലോക്കാലിയ ഫൗണ്ടേഷൻ ആണെങ്കിലും ചാരിറ്റബിൾ ട്രസ്റ്റിന് ഇപ്പോൾ സ്റ്റാഫുകൾ ആരുമില്ല, എല്ലാവരും സ്വമേധയെ അവിടുന്ന് പോകുന്നു, ഫൗണ്ടേഷനിലേക്ക് മാറി. ഞാൻ പിന്നെ പറഞ്ഞില്ല. അപ്പോൾ ഈ ഫൗണ്ടേഷനിലുള്ള ഏത് സ്റ്റാഫിനോട് വേണമെങ്കിലും ചോദിച്ചാൽ അറിയാം, ഇപ്പോൾ എല്ലാവർക്കും അതത് ഡ്യൂട്ടി ഉണ്ട്. ഇപ്പോൾ ഇവിടെ വരുന്നു, ക്യാമറ എടുക്കുന്നു, എഡിറ്റർക്ക് എഡിറ്റർ ഉണ്ടാവും, ഡ്രൈവർക്ക് ഡ്രൈവർ ഉണ്ട്. അങ്ങനെ ഇവിടെയും തന്നെ വ്യക്തമായ പോസ്റ്റുകളുണ്ട്, അതിനനുസരിച്ചുള്ള ആളുകളുണ്ട്. ഞാൻ വരുന്ന സമയത്ത് ഞാൻ മാത്രമേ സ്റ്റാഫുള്ളൂ. അതായത് ഒരു സോബിച്ചേട്ടൻ എന്ന് പറഞ്ഞൊരു ഇവരുടെ ഒരു റിലേറ്റീവ് ഒരാളുണ്ടായിരുന്നു ഡ്രൈവറായിട്ട്. പുള്ളിക്കാരൻ റിസൈൻ ചെയ്ത് പോയി. ഞാൻ വന്നതിന് ശേഷം പുള്ളിക്ക് വേറെ പുറത്തേക്ക് പോയി, ആൾ വിദേശത്തേക്ക് പോയി. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് ഇതിൻ്റെ ഓൾ ഇൻ ഓൾ ഞാനാണ്. ഇവരെ അക്കൗണ്ടൻറ്റ് ഞാനാണ്, ഇവരെ വീട്ടിലോട്ട് പച്ചക്കറി മേടിക്കുന്ന ഞാനാണ്, ഇവരെ വണ്ടികൾ കഴുകുന്നത് ഞാനാണ്. ഇവൻ കുട്ടികളുടെ അസൈൻമെൻറ്റ് പോലും ചില സമയത്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. കാര്യത്തിൽ അവരെ ഹെൽപ്പ് ചെയ്യേണ്ട സമയം വരുമ്പോൾ ഫുള്ളായിട്ടൊന്നുമല്ല, അവർക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് മാഷും ടീച്ചറും സാക്ഷിയാണ്. എന്നിട്ട് അവരെന്നോട് ചോദിച്ചു നീ എന്തിനൊക്കെ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്? അതായത് ഓരോ പ്രൊജക്റ്റൊക്കെ വരുമ്പോൾ സാധനം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറയുന്നത് ഞാൻ മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് മുറിച്ചുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ പുള്ളിയുടെ ക്യാമറ കാര്യങ്ങൾ എല്ലാം, ഈവൻ ക്ലാസ് പോലും ചെല്ലുന്ന സമയത്ത് അവിടെ മൈക്ക് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യും, സ്റ്റേജിൻ്റെ ബാക്കി അറേഞ്ച്മെൻറ്റ്സ് ചെയ്യും. കുർബാനയ്ക്ക് ആൾക്കാരെ ഒരുക്കാൻ വരെ പോയിട്ടുണ്ട്. ഈ അച്ഛന്മാരെ വിളിക്കാൻ കാര്യങ്ങളൊക്കെ എല്ലാത്തിനും ഞാൻ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്തിരുന്നു. അപ്പം അന്ന് ഇവരുടെയും തുടക്കമാണ് ഇവർ തുടക്കം എന്ന് പറഞ്ഞാൽ ബ്രദറിനെ സംബന്ധിച്ച ആൾ അത്യാവശ്യം നന്നായിട്ട് പ്രസംഗിക്കാനാണ്, ആൾക്ക് പ്രസംഗിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ബാക്കി ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് കൊടുക്കണമല്ലോ ഇങ്ങനെ ഒരു ടീം വരുമ്പോൾ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് പൂർണ്ണമായിട്ട് ഞാൻ കൊടുത്തിരുന്നത്. അന്ന് ഞാനും ചേച്ചി മാത്രമാണ്, ഈവൻ ചേച്ചി മാത്രമാണ് കോൾ എടുക്കുന്നതും കാര്യങ്ങൾ, ചേച്ചി ബുക്കിംഗ് എടുക്കും, ബാക്കി അതിൻ്റെ ബാക്കി പേപ്പർ വർക്ക്. ഇപ്പോൾ ഈ പറയുന്ന ഒരു ധ്യാനത്തിനൊക്കെ ഒരു ടീം ഒരു 350 ആൾ കൂടുന്ന പരിപാടിക്ക് പാത്രം വരെ കഴുകിയിട്ട് ഞാൻ സ്റ്റേജിൽ പോയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്കൊക്കെ എത്തേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ എല്ലാത്തിനും ഓടിപ്പാഞ്ഞ് നടന്നിരുന്നു. അപ്പോഴൊന്നും പുള്ളിക്കാരിക്ക് എന്നോട് ഒരു അലോഹ്യോ പ്രശ്നമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴാണ് ഇത് അലോഹ്യം പ്രശ്നം എന്ന് പറഞ്ഞാൽ അന്നും ചെറുതായിട്ടുള്ള വഴക്കുകൾ കാര്യങ്ങൾ ഇടയിൽ ഉണ്ടാവാറുണ്ട്. ഇവർക്കിടയിലും ഉണ്ടാവും, എന്നോടും ഉണ്ടാവും, ചേച്ചിയുടെ ഭാഗത്ത്. അത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ചേച്ചി മദ്യം കഴിച്ചാൽ, അത് പുള്ളിക്കാരി കഴിച്ചാൽ എന്താവും
വഴക്ക് വരും. അന്നത്തെ ദിവസം വരും തമ്മിൽ കച്ചവടം. കാരണം വെച്ചാൽ ബ്രദറിനെ സംബന്ധിച്ച് എൻ്റെ അറിവിൽ, ഞാൻ വേറൊരാളെയും പറയുന്നില്ല, എൻ്റെ പേഴ്സണൽ അറിവിൽ മാരിയോ ബ്രദർ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് കേൾക്കുന്നതാണ്, ആൾക്ക് കോടികളുടെ സമ്പാദ്യമുണ്ട്, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ. കാരണം ഇവരെ നടത്തും ഭാവവും കണ്ടാൽ അങ്ങനെ തോന്നും. പിന്നെ പൊതുവെ ബ്രദർ ആരോടും മിണ്ടില്ല എന്ന് പറഞ്ഞാൽ ആരോടും മിണ്ടില്ല. പുള്ളിക്ക് ധ്യാനം കഴിഞ്ഞ ആളുകളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക അതിഷ്ടമല്ല. ഒരാളെ കൂടെ ഗ്രൂപ്പായിട്ട് പുള്ളി ഇരിക്കില്ല. അത് പുള്ളിയുടെ ഒരു നേച്ചർ അങ്ങനെ. ഇപ്പോൾ എന്നോട് പോലും കമ്പനി ഉണ്ടെങ്കിലും ഞങ്ങളൊരു ഇതിൽ കഴിഞ്ഞ സമയമൊന്നും ഞാൻ പുള്ളിയുടെ കൂടെ ഇരിക്കില്ല. ഞാനായിട്ട് മാറിപ്പോവും, അല്ലെങ്കിൽ പുള്ളിയായിട്ട് തന്നെ മാറിപ്പോവും. ഇത് പുള്ളിയുടെ ഒരു നേച്ചറാണ്. ഇത് കാണുമ്പോൾ ആൾക്കാരുടെ വിചാരിച്ചു ഇങ്ങനത്തെ കുറേ കാശുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ആരോടും മിണ്ടാത്തതാണ് എന്നുള്ളൊരു സംസാരമുണ്ട്. ചേച്ചിയാണെന്ന് തന്നെ കാശില്ലാത്ത സമയത്ത് നല്ല പോലെ അണിഞ്ഞൊരുങ്ങി വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു ഗെറ്റപ്പിൽ നടക്കുള്ളൂ. അപ്പോൾ ഇവരെന്തോ വലിയ കോടീശ്വരന്മാരാണ് ഇതാണെന്നൊക്കെ എല്ലാവരും ടോക്ക് കാര്യങ്ങൾ പുറത്ത് നടക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിലും ഇവരെ കയ്യിൽ സത്യം പറഞ്ഞാൽ അന്ന് ഞാനൊക്കെ എല്ലാ സമയത്ത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ പല ധ്യാനങ്ങൾ വളരെ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്യുക. അതുകൂടാതെ പല ടൈമിൽ ഇവർക്കൊരു ട്രാവലർ ഉണ്ട്, അതിൻ്റെ അടവ് തെറ്റിയിട്ട് ഇരിഞ്ഞാലക്കുട ഓഫീസിൽ വരെ ഞാൻ കൊണ്ടുപോയി കാശ് അടച്ചിട്ടുണ്ട്. പിന്നെ കിട്ടുമ്പോൾ 2 അടവ് 3 അടവൊക്കെ കൊണ്ട് ചേർത്ത് അടയ്ക്കാന്നൊക്കെ പറയില്ല, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് അതിന് തെളിവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഇടയ്ക്ക് വഴക്കന്ന് നടന്നിരുന്നത്. ചേച്ചി ഇതുവരെ കഴിക്കും, ബ്രദർ കഴിക്കില്ല, പുള്ളി ഡ്രിങ്ക് ചെയ്യില്ല, സ്മോക്ക് ചെയ്യില്ല. പുള്ളിക്ക് അങ്ങനെയുള്ള ആളുകളെ ഇഷ്ടമല്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് നീ കഴിക്കുകയോ സ്മോക്ക് ചെയ്യോ. എന്നോട് പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു കാരണവശാലും എൻ്റെ കൂടെ വരുമ്പോൾ ഇത് രണ്ടും ചെയ്താൽ ഞാൻ പിടിച്ച് പുറത്താക്കും. എന്നോട് ആദ്യം പറഞ്ഞ പോയിന്റ് അതാണ്. മദ്യപിക്കുകയെ സീട്ട് വലിക്കുകയെ, പ്രത്യേകിച്ച് ധ്യാന സമയത്ത് നീ അവിടെ വന്ന് നീ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വഴിക്ക് അവിടുന്ന് അടുത്ത ബസ് നീ കയറിക്കോ, ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടെ നിർത്തത്തില്ല. എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിക്കാറില്ല, വലിക്കാറില്ല, ഇത്രയും കാലമായിട്ട് ചെയ്തിട്ടില്ല, താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ്. പക്ഷേ ചേച്ചി കഴിച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ചെറിയ ചെറിയ വഴക്കുകൾ വരും. ഇപ്പോൾ ഈ നമ്മളിങ്ങനെ വീഡിയോയിലൊക്കെ പറയുമ്പോൾ പലരും ചോദിക്കും ചേച്ചി കഴിക്കുമോ, അവരങ്ങനെ ഒരു സ്ത്രീയാണോ, അവരെക്കുറിച്ച് അങ്ങനെ പറയാമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആരെക്കുറിച്ചും വെറുതെ ഒരു ആരോപണം പറഞ്ഞു. അപ്പോൾ എന്നെക്കുറിച്ച് പല ആരോപണം പറഞ്ഞു, നമുക്ക് അതിലേക്ക് കിടക്കാം. ഇപ്പം ചേച്ചി കഴിക്കുമോ എന്നുള്ളത് കഴിഞ്ഞ ഒരു ബോർഡ് മീറ്റിംഗ് നമ്മൾ കൂടിയപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇവരെ പ്രശ്നം എന്താണെന്നുള്ളത്. നമ്മൾ ഓപ്പണായിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പറയണല്ലോ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇതാണ് പ്രശ്നം എന്ന്. ആ പ്രശ്നത്തിന് പുള്ളിക്കാരി പറഞ്ഞൊരു വീഡിയോ, ഇതൊരു ഫുൾ വീഡിയോ കാണിക്കുന്നത്. കാരണം ഏകദേശം 1 മണിക്കൂറോളം ഒരു വീഡിയോ ആണ്. അതിൻ്റെ ചെറിയൊരു ഭാഗം കഴിക്കുമല്ലോ എന്നുള്ളത് എന്താ പറയണമെന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം നമുക്ക്. ഞാൻ ആളുകളുടെ പറയുകയാണ് ഹിഡൻ ക്യാമറ വെച്ചിട്ട് ഡ്രിങ്ക് ചെയ്യുന്നത്. യെസ് ഐ ഡു ഡ്രിങ്ക് എടുക്കാറുണ്ട്. കേട്ടില്ലേ, ഐ ഡു ഡ്രിങ്ക്. പുള്ളിക്കാരിനെ സംബന്ധിച്ചിട്ടുണ്ട്, പുള്ളിക്കാരി കഴിക്കുന്നില്ല. കാരണം ഞാനത് കണ്ടിട്ടുണ്ട്, പേഴ്സണലി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മദ്യം മേടിച്ച് കൊടുക്കാറുമില്ല, അതിന് സപ്പോർട്ടും ചെയ്യാറില്ല. അതുകൊണ്ടല്ല ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും വരും. അടിച്ചു കഴിഞ്ഞാൽ ഞാനെന്തോ വലിയ രാജാവാണ്, ഞാനെന്തോ വലിയ സംഭവം എന്നുള്ള ലെവലിൽ വന്ന് നമ്മളോട് പറയും. ഒന്ന് പറഞ്ഞ് രണ്ടിന് മായും പൂവും കൂട്ടി തെറി വിളിക്കും, അടിക്കുകയും ചെയ്യും. എന്നെ അടിച്ചിട്ടുണ്ട്, വേറെയുള്ളവരെ അടിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ അടിച്ചിട്ടുണ്ട്, പേഴ്സണലി എന്നെ അടിച്ച എനിക്ക് അനുഭവമുണ്ട്. എൻ്റെ ഭാര്യ വരെ അന്ന് ഒത്തിരി സങ്കടപ്പെട്ടു. അപ്പോൾ തിരിച്ചന്ന് പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ആളൊരു ലേഡി സോഷ്യൽ മീഡിയ നിൽക്കുന്നത്. ഇവരെ കുടുംബം ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടില്ല ഞാൻ തകർത്തു എന്നാണ് പറയുന്നത്. ഞാൻ തകർത്തു. ഞാൻ ആക്ച്വലി ഇവരെ കുടുംബം ഞാൻ തകർത്താണ്. ഞാൻ 2018 തൊട്ടിട്ട് ഇങ്ങനെ കൂടെ ഇവരായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആണ്. അതിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്തു, പിന്നെ റിസൈൻ ഇട്ടു. പിന്നെ ഞാൻ എൻ്റെതായ ബിസിനസ്സും കാര്യങ്ങളായിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഞാൻ തകർത്താണ് എനിക്ക് അന്നേ ആവാറുന്നില്ലേ. ഇതിന് ശേഷം ഇവർക്ക് തമ്മിൽ കച്ചറായി കഴിഞ്ഞിട്ടാണ് ഫിലോക്കാലെ ഫൗണ്ടേഷനിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതാർക്കും അറിയില്ല. അതിന് മുമ്പേ ഇവർ തമ്മിൽ പ്രശ്നത്തിൽ ഭയങ്കര വലിയ പ്രശ്നങ്ങളായി, കത്തിയെടുത്ത് കുത്തലും കാര്യങ്ങളൊക്കെ ഞാനൊക്കെ വരുന്നതിൻ്റെ മുമ്പാണ്. ഇത് ഇപ്പോഴത്തെ ഒരു ഓഡിയോ കടന്ന് പ്രചരിക്കുന്നത് പോലും ആക്ച്വലി ഈ അടുത്ത് നടന്നൊരു സംഭവം. ഇത് ഏകദേശം 1 മണിക്കൂറോളം ഇവർ വീട്ടിലിരുന്ന് ഭാര്യയും മക്കളും എല്ലാവരും പാടെ ഇരുന്ന് സംസാരിച്ചിട്ട് അതിൽ നല്ല ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ബ്രദർ മോശപ്പെട്ട് സംസാരിക്കുന്നത്, അതായത് ചേച്ചി തെറി വിളിച്ചോ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ലാസ്റ്റത്തെ ഒരു ചെറിയ പോർഷൻ, അതായത് എന്നെ താറടിച്ച് കാണിക്കുക അല്ലെങ്കിൽ ബ്രദറിനെ താറടിച്ച് കാണിക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തോടെ. കാരണം വെച്ചാൽ ഞങ്ങൾ ലാസ്റ്റ് ചെയ്ത വീഡിയോയിലൊക്കെ ചോദിച്ച 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന് മറുപടിയില്ല, അതിന് ഉത്തരമല്ല. കാരണം വെച്ചാൽ അവർ ആ ഒരു ബിൽഡിംഗ് മേടിച്ചതാണ് ബ്രദർ സാമ്പത്തികമായി 1.5 കോടി വരുന്ന ബിൽഡിംഗ് അത് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഫണ്ടിൽ നിന്ന് എടുത്ത് മറിച്ച് മേടിച്ചതാണ്. അത് ചോദ്യം ചെയ്തു, ഇഷ്ടപ്പെട്ടില്ല. കാരണം വെച്ചാൽ ഇനി അത് അവർ മേടിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അതിൻ്റെയും ഓഡിയോ ഞങ്ങളത് എന്തിനു മേടിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ജസ്റ്റ് ഒന്ന് കേൾക്കാം നമുക്ക്. വീഡിയോസ് എല്ലാം നാട്ടിൽ മുഴുവൻ പ്രചരിപ്പിച്ചു. നിങ്ങൾ പറയുന്നുണ്ടാവും ഞാൻ മോഷ്ടിച്ചതിനെ തെളിയുന്നത്. നിങ്ങൾ പറയുന്നുണ്ടോ ബനാനി എടുത്ത്, ബനാനി 35 ലക്ഷം രൂപ എന്റെ അനിയൻ എടുത്ത് 10 ലക്ഷം ഞാൻ കൊടുത്തു, ചിട്ടി പിടിച്ച പൈസ, ബാക്കി 15 ലക്ഷം രൂപ ഞാൻ പലിശ കൊടുത്തോണ്ടിരിക്കുക. അവൻ എന്ന് പൈസ കൊടുക്കുന്നോ അന്ന് അവൻ എനിക്ക് എന്റെ പേര് എഴുതി തരും. കേട്ടില്ലേ? അത് പുള്ളിക്കാരി പറഞ്ഞു. പുള്ളിക്കാരി എന്നെ മേടിച്ചിരിക്കുന്നത് അനിയന്റെ പേരിലാണ് മേടിച്ചിരിക്കുന്നത്. 10 ലക്ഷം രൂപ ചിട്ടി പിടിച്ച കൊടുത്തിരിക്കുന്നു പറഞ്ഞു. ഈ ചാലക്കുടിയിൽ KSFയിലാണ് ചിട്ടി കിടക്കുന്നത്. ചേച്ചിയുടെ പേരിൽ മാത്രമല്ല, ചേച്ചിൻ്റെ അപ്പൻ്റെ പേരിലുണ്ട്, അമ്മയുടെ പേരിലുണ്ട്, ചേച്ചിയുടെ നാത്തൂൻ്റെ പേരിലുണ്ട്, അനിയൻ്റെ പേരിലുണ്ട്, മക്കളുടെ പേരിലുണ്ട്, അനിയത്തിയുടെ മക്കളുടെ പേരിലും പല ബന്ധുക്കാരുടെ പേരിലുമായിട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ ചിട്ടിയുണ്ട്. ബ്രദറിനറിയാം.
ഇത് എങ്ങനെ അടയ്ക്കുന്നു? ഇവർക്ക് എന്താണ് അതിന് മാത്രം വരുമാനം? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് മുമ്പ് വരുമാനം കിട്ടിയിരുന്നു. ഞാനൊക്കെ ചാനൽ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് 10-30,000 രൂപ എനിക്ക് വരുമാനം വന്നിരുന്നു. ഇപ്പോൾ എനിക്ക് ഏകദേശം കുഴപ്പമില്ലാത്തൊരു ഫോളോവേഴ്സുള്ളൊരു ചാനലുണ്ട്. എനിക്കൊന്നും കിട്ടുന്നില്ല. എനിക്കിപ്പോൾ കിട്ടുന്നത് ഞാൻ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ എൻ്റെ കമ്മീഷൻ മാത്രമാണ്. അപ്പോൾ ഇത്രയൊരു എമൗണ്ട് ഇവർക്ക് എവിടെ നിന്ന് മറിക്കാൻ പറ്റി? ഈ 35 ലക്ഷം രൂപയ്ക്ക് എല്ലാ ബിൽഡിംഗ് മേടിച്ചിരിക്കുന്നത്. മനസ്സിലായി? ഏത് ഇപ്പോൾ ഒരു 4000 ചില്ലാനം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബിൽഡിംഗ് 6 സെൻറ്റോ 7 സെൻറ്റോ സ്ഥലമുണ്ട്. എങ്ങനെ കിട്ടും ഈ പറഞ്ഞ 35 ലക്ഷം രൂപ? അതും 9 ബെഡ്റൂം എന്നാണ് എന്താ പറയുക, ഞാൻ എണ്ണീട്ടില്ല, ഞാൻ പോയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. 9 ബെഡ്റൂം ഉണ്ട്, എല്ലാം അറ്റാച്ച്ഡ്. കാരണം അത് സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻ്റ് ആയിരുന്നു. അപ്പോൾ അത് അവർ ആ ലെവലിൽ വളരെ ഇതായിട്ട് ഹൈ ക്വാളിറ്റിയിൽ പണിത ഒരു പ്രൊഡക്റ്റാണ്, തട്ടിക്കൂട്ട് പണിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനം ഈ ഒരു എമൗണ്ടിന് ഇവർക്ക് എങ്ങനെ മേടിക്കാൻ പറ്റി? ഇത് ബ്രദർ ചോദ്യം ചെയ്തു. അപ്പോഴാണ് ഇവർ തമ്മിൽ ഈസ്റ്ററിന്റെ സമയത്ത് ആദ്യത്തെ വഴക്ക് നടക്കുന്നത്. കാരണം ആദ്യം ഈ ബിൽഡിംഗ് ബ്രദറിന് മേടിക്കണം എന്ന് പ്ലാൻ ഉണ്ടായിരുന്നു, ബ്രദറിന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവര് അന്ന് അതിന് 1 കോടി ചില്ലാനം രൂപയാണ് ആദ്യം ചോദിച്ചത്. അത് കഴിഞ്ഞിട്ട് അവരെന്നെ പറഞ്ഞു സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, അതിന്റെ പകുതി പൈസ തന്നാലും ഇപ്പം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ കരുതി ഒരു 19 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കിട്ടുമായിരിക്കും എന്ന് കരുതി ബ്രദർ അതിന് വേണ്ട നീക്കങ്ങൾ നടത്തിയായിരുന്നു. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് അവർ തന്നില്ല. അന്ന് അവർ ലാസ്റ്റ് പറഞ്ഞു 1 കോടിയിൽ 1 രൂപ കുറച്ച് തരത്തില്ല, കിട്ടൂല എന്ന് പറഞ്ഞു. അന്നും ബ്രദർ ഇതേപോലെ ബ്രദറിന്റെ അവർ അനിയന്റെ പേരിൽ മേടിക്കാം എന്നൊക്കെ ബ്രദറിന് പ്ലാൻ ഉണ്ടായിരുന്നു. അത് ട്രസ്റ്റിന് വേണ്ടിയിട്ട്, കാരണം വേറെ ആൾക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്കല്ല എന്ന് പറഞ്ഞ് മേടിക്കണം എന്നൊക്കെ ബ്രദർ ആഗ്രഹിച്ചിട്ടുണ്ട് ട്രസ്റ്റിന്റെ പേരിലേക്ക് വേണ്ടിയിട്ട്. പക്ഷേ അത് കിട്ടുകയാണെങ്കിൽ വെച്ചാൽ നമ്മൾ ധ്യാനത്തിന് ഇതിനൊക്കെ ആൾക്കാർ വരുമ്പോൾ അവർക്ക് താമസിക്കാം. വീടില്ലാത്ത ആളുകളെ കൊണ്ടുവന്നാൽ അവർക്കൊരു വീട് പണിത് കൊടുക്കുന്നവരെ പലരെയും കൊണ്ടുപോയിട്ട് പല സ്ഥലത്ത് വാടകയ്ക്ക് താമസിച്ചിരിക്കണം. ചിലപ്പോൾ ഒരു അപ്പന് മാത്രം ഉണ്ടാവും, ഒരു അമ്മ മാത്രം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉള്ളവരൊക്കെ കിട്ടുമ്പോൾ അവരെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവർക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കാരണം വാടക സെപ്പറേറ്റ് കൊടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് പുള്ളിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി പുള്ളി ആ ബിൽഡിംഗ് എടുക്കണം എന്ന് ആഗ്രഹിച്ചു. പക്ഷേ അവരന്ന് വിലയും കൊണ്ട് ഒത്തില്ല. കാരണം അവർ പറഞ്ഞു അവരാരോ റിലേറ്റീവ്സൊക്കെ അതിൽ ഇടപെട്ടു, അവർ 1 കോടിയിൽ കുറച്ച് തരൂലാന്ന് മസ്റ്റ് പറഞ്ഞ സംഭവമാണ് ഇവർ 35 ലക്ഷം രൂപയ്ക്ക് മേടിച്ചു എന്ന് പറയുന്നത്. കാരണം പിന്നെ അത്രയും എമൗണ്ട് പറയുമ്പോൾ ബ്രദറിന് ട്രസ്റ്റിൽ അതിന് മാത്രമൊന്നും സ്വത്തുമില്ല. കാരണം 1 കോടി ഒന്നും എടുത്ത് നമുക്ക് തിരിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞ് അവർ വിട്ടതാണ്. അപ്പോൾ അങ്ങനെ ഇത് പറഞ്ഞു വിട്ട സംഭവം പുള്ളിക്കാരി മേടിച്ചു. ഇത് ചോദിച്ചപ്പോൾ ഇതിപ്പോൾ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു എന്താ പറയുക കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സംഭവം. ഈ കമ്പനി ആക്ട് എന്ന് പറയുമ്പോഴും പലരും ഇതൊരു പ്രോഫിറ്റും ലോസും എടുത്ത് ചെയ്യുന്നതാണ്. കാരണം പുള്ളിക്കാരി പലയിടത്തും പോയി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്, ഇതിന് പ്രോഫിറ്റ് വരും ലോസ് വരും. അപ്പം ഈ ഒരു എമൗണ്ട് ഞങ്ങളെടുത്ത് അതിൻ്റെ ലാഭം ഞങ്ങളെടുത്തിട്ട് ഉപയോഗിക്കും, ഞാനും ദേവസ്വം ആൻ്റണി സാറും എടുത്ത് ഉപയോഗിക്കും, അങ്ങനെ വരെ കുടുംബം തകരും എന്നാണ് അവർ പലയിടത്തും പറഞ്ഞു നടക്കുന്നത്. ആക്ച്വലി ഇതൊരു NGO ആണ്, ഇതിന് പ്രോഫിറ്റും ലോസും ഇല്ല. ഇതൊന്നും 1 രൂപ പോലും എനിക്കോ ഇതിൻ്റെ മെയിൻ ഡയറക്ടറായിരിക്കുന്ന മാര്യ ബ്രദറിനോ ഇതിനകത്ത് മറ്റ് ബോർഡ് മെമ്പേഴ്സിനോ ഇതിലെ സ്റ്റാഫുകൾക്കോ എടുക്കാൻ സാധിക്കില്ല. വ്യക്തമായ കണക്കും ബില്ലുകളും കാര്യങ്ങളും വേണം. മനസ്സിലായി? അപ്പം ഈ ഒരു സബ്ജക്റ്റിലേക്ക് അവർ ജോയിൻ ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അവർ യൂസ് ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റിൻ്റെ അവരൊരു ഔട്ട്ഫിറ്റ് നോക്കിയാൽ മതി. അവർ 200 രൂപ 300 രൂപ എന്നൊന്നും പറഞ്ഞാൽ അല്ലല്ലോ. അവർ ആ ഒരു ഹെയർ പോലും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഈ മന്ത്ലി എന്ത് എമൗണ്ട് ചിലവാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം വെച്ചാൽ ലാഫൈമിലും ഇതിലേക്കാണ് അവർ പോയിട്ട് ചെയ്യാറ്. അവർ പല വട്ടം അവിടെ ബുക്കിംഗ് എടുത്ത് അവരെയും കൊണ്ട് ഞാൻ എൻ്റെ വണ്ടിയിലും കൂടാതെ അവരെ വണ്ടിയിലും ഓടിച്ച് ഞാൻ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. മണിക്കൂർ കണക്കിന് അവിടെ ചിലവാക്കിയിട്ടാണ് തിരിച്ച് അവരിവിടെ കൊണ്ടുവന്നത്. എത്ര ഓരോ പോക്കിൽ സിറ്റിങ്ങിൽ എത്ര എമൗണ്ട് വരെ അവിടെ കെട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം. മനസ്സിലായി? അപ്പോൾ ഇതെല്ലാം പാവപ്പെട്ട ജനങ്ങൾ കൊടുക്കുന്ന പൈസയാണ്. ഇവരെ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഫാമിലി ട്രസ്റ്റാണ്. മാരിയോ ബ്രദർ, ജി ചേച്ചിയുടെ അമ്മ, അപ്പൻ, പിന്നെ ചേച്ചി പറഞ്ഞാൽ മാത്രം കേൾക്കുന്ന ആൽബിച്ചട്ടൻ സുഹൃത്തുണ്ട്. അദ്ദേഹം ഒരു പാവ മനുഷ്യൻ, ഒരു സാധുവാണ്, നല്ലതിന് ചീത്തയില്ല. പക്ഷെ ആള് ബ്രദർ പറഞ്ഞാൽ ഒരു വാക്കനുസരിക്കില്ല. അപ്പോൾ അവരൊരു വീട് വെക്കുകയാണ് തീരുമാനിച്ചു. ചേച്ചി പറയാണ് ഇന്ന ആൾക്ക് എന്ന് പറഞ്ഞു. ആ ആൾക്ക് ഭൂരിപക്ഷം നോക്കുമ്പോൾ എല്ലാവരും കേൾക്കും. ചേച്ചിയുടെ ബ്രദർ പറയുന്ന ആൾക്ക് പാസ്സാവില്ല, ബ്രദർ പറയുന്ന ഒരു കാര്യം നടക്കില്ല. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ജി ചേച്ചിയുടെ ഫേസ്ബുക്ക് എടുത്തു നോക്കുക. പലതരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയ ആളുകൾക്കല്ലാതെ ആർക്കെങ്കിലും ഒരാൾക്ക് വീട് വെച്ച് കൊടുത്ത, ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് വീട് വെച്ച് കൊടുത്തതിൻ്റെ മരുന്ന് കൊടുത്തതിൻ്റെ ഫോട്ടോ ചേച്ചി ഇട്ട് പോകണം. ചേച്ചി എന്ന് പറഞ്ഞാൽ ഒരു ഹൈഫൈ സ്റ്റൈലിൽ അങ്ങനെ പോവുള്ളൂ, ഒരാളെ അടുപ്പിക്കില്ല. അപ്പോൾ നാട്ടിൽ പിന്നെ ഹൈ പ്രൊഫൈൽ ആളുകളായിട്ട് തന്നെ ഉള്ളൂ കൂട്ട്. ഒരു സാധാരണക്കാരും കൂട്ടൂല. അതെച്ചാൽ എന്നോട് പോലും പറഞ്ഞിട്ടുണ്ട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബ്രദറിൻ്റെ കൂടെ അങ്ങനെയല്ല, ഞങ്ങൾ ഒരു പ്ലേറ്റിൽ നിന്ന് എടുത്ത് കഴിക്കും. അത് ബ്രദർ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ട് പുള്ളിയിൽ നിന്ന് എടുത്ത് വായിലിട്ട് കഴിക്കും. ചേച്ചി അങ്ങനെ കഴിക്കും എപ്പോൾ എന്ന് പറയും, വീഡിയോ എടുക്കുകയാണെങ്കിൽ മാത്രം, അല്ലാതെ കഴിക്കില്ല. ബ്രദറിന് എന്താ വെച്ചാൽ പുള്ളിയെ സംബന്ധിച്ച് പുള്ളിക്ക് ആരെ അങ്ങനെ കാണിച്ചുകൊണ്ടൊന്നും ചെയ്യുന്നതൊന്നും പുള്ളിക്ക് വലിയ താല്പര്യമില്ല. പുള്ളി ആലോചിക്കുക 10 പേർക്ക് മരുന്ന് കൊടുക്കണം. അപ്പോൾ പുള്ളി നോക്കും ആ റോട്ടിൽ കൂടെ പോകണ ആരെങ്കിലും ഉണ്ടെങ്കിൽ അർഹതപ്പെട്ടാണെങ്കിൽ കൊടുത്തോ,
പുള്ളിയുടെ കാഴ്ചപ്പാട്. ചേച്ചി അങ്ങനെയല്ല, അവർക്ക് കൊടുത്താൽ സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ കാണുമോ ഇല്ലയോ, ഇത് അവരറിയോ ഇല്ലേ. നഞ്ചിയമ്മക്ക് വീട് വെച്ച് കൊടുത്തു. ചേച്ചിയുടെ ഒറ്റ ആളുടെ ആഗ്രഹം, നിങ്ങൾ സത്യം പറയണം, സത്യത്തിൽ നിന്ന് പറയണം. നഞ്ചിയമ്മയ്ക്ക് ഫിലോക്കാലി വീട് വെച്ച് കൊടുത്തിട്ട് വേണം. എത്ര ലക്ഷം രൂപയുടെ ആസ്തി ഉണ്ടെന്ന് പറയും അവർക്ക്, മനസ്സിലായില്ലേ? അത് ബ്രദർ അപ്പോഴും പറഞ്ഞു അത് വേണ്ട ജിജി. ഒന്നാമത് അവരൊരു പിന്നോക്ക വിഭാഗം, അതായത് പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടാണ്. അവർക്ക് സഹായിക്കാൻ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. കൂടാതെ അവർക്കും കാരണം അവർ സോഷ്യൽ മീഡിയയിലൊന്ന് ഫേമസ് ആയി, അവർക്ക് അതിനനുസരിച്ചുള്ള പ്രോഗ്രാംസ് വരുന്നുണ്ട്, വരുമാനം കിട്ടുന്നുണ്ട്. ഒന്നുമില്ലാത്ത വേറൊരുത്തൻ ഇവിടെ കിടക്കുന്നില്ല ചാലക്കുടിയിൽ. എന്തോരം പേരെന്നറിയോ ഓഫീസിൽ വന്ന് അപേക്ഷിച്ചിട്ടുണ്ട്, എടുക്കില്ല. സോഷ്യൽ മീഡിയ കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലുള്ള വിഷയങ്ങളിൽ ബ്രദർ കട്ടറായിട്ട് പറയും. ഇത് ബ്രദർ കട്ടറായിട്ട് പറയുന്നത് മാത്രമല്ല, ഫിലോക്കാലിയ ഫൗണ്ടേഷനിൽ ഞാനോ ദേവസി ആൻ്റണി സാറോ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചോദിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ട്രസ്റ്റുകളിലേക്ക് ഫിലോക്കാലിയ ഫൗണ്ടേഷനിൽ ചേച്ചി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓപ്പണായിട്ട് ചോദിക്കും എന്തുകൊണ്ട് അത് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് ചെയ്യണം എന്നുള്ളത്. അത് ഞങ്ങളെന്നല്ല, പുറത്തുനിന്ന് ആര് വന്നാലും, കുറച്ച് കോമൺ സെൻസിൽ ആര് വന്നാലും ഇവരോട് ചോദിക്കും. ഈ ചോദ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇതിലേക്ക് ആരെയും പുറത്തുനിന്ന് ആരെടുക്കാത്തത്. ഇപ്പം നമ്മളൊരു 6-ാം തമ്പനല്ല പറഞ്ഞിട്ടില്ലേ, ഇതൊരു ട്രസ്റ്റാണ്, ട്രസ്റ്റ് സമ്മതിക്കാതെ ആർക്കും കൊടുക്കില്ല എന്ന് പറയും. അപ്പോൾ ട്രസ്റ്റിൽ ആരാ മെമ്പേഴ്സ് എന്ന് നോക്കിയാൽ പറയാൻ അപ്പനും അപ്പൻ്റെ പെങ്ങളും ഞാനും എന്ന് പറയില്ല. ഇതേപോലെ ഇവർ വിചാരിച്ച കാര്യം മാത്രം നടത്താൻ വേണ്ടിയിട്ട് അവർ ഉദ്ദേശിക്കുന്ന ഒരു ഇതാണ്. കാരണം അവരെ ഹൈഫൈ ലൈഫും അവർ കുടിക്കാനുള്ള കാശ് വരെ അതിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഇതൊരു NGOയുടെ കീഴിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവരെ കുടുംബം തകർത്തോ ഇല്ലെന്ന് ചോദിക്കണമല്ലോ. ഇവർ തമ്മിലുള്ള വഴക്ക് ഞാൻ പറഞ്ഞല്ലോ. ഈസ്റ്ററിലെ ഇവർ ഈ വീട് മേടിച്ചപ്പോൾ തൊട്ടേ ബ്രദർ ഇത് ചോദിക്കും, ബ്രദറിനെ കത്തിയെടുത്ത് കുത്താൻ പോവുകയും ഇത് ബ്രദർ ഒരു വിഷയം ആക്കിയില്ല. അന്ന് എന്നോട് പുള്ളി ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു അങ്ങനെ ഒരു വിഷയം നടന്നു. ഞാനും പറഞ്ഞു ബ്രദറെ പുറത്ത് പറയണ്ട, അറിഞ്ഞാൽ നമുക്കാണ് നാണക്കേട്, എങ്ങനെയും പറഞ്ഞ് തിരുത്താൻ പറ്റും. അപ്പോൾ പുള്ളി പറഞ്ഞു നിനക്കറിയാലോ ഇപ്പോൾ അവളെ കാശായി തുടങ്ങിയപ്പോൾ തൊട്ട് ഭയങ്കര വെള്ളടിയായിട്ടുണ്ട്, ഭയങ്കര ഇതായിട്ടുണ്ട്. അത് വെള്ളം മാത്രമാണോ വേറെ പലതുണ്ടോ ഇതൊക്കെയുള്ള അഭ്യൂഹങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കിടക്കണ്ട, അതായിരിക്കും നല്ലത്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയം കിടക്കുന്നുണ്ട്. ഇത് ലഹരിയിലാണെങ്കിൽ എന്താ പ്രവർത്തിക്കുന്നതെന്ന് അറിയുന്നില്ല. അപ്പോൾ ഞാനും പുള്ളിയോട് പറഞ്ഞു നമുക്ക് പരിചയമില്ല അച്ഛന്മാരെ കൊണ്ടോ അല്ലെങ്കിൽ പറയാം. പറഞ്ഞു നിനക്ക് തോന്നുന്നുണ്ടോ ജിജിയൊക്കെ സംസാരിക്കാതിരിക്കുന്നത്, അങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ എന്നെ രക്ഷപ്പെട്ടനെ, ഇതിനിപ്പോൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ അന്ന് ഈ വിഷയം നടന്നപ്പോൾ തൊട്ട് ഞാനും പറഞ്ഞു പറഞ്ഞോളൂ ഒന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പുള്ളി പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ പീലാർമൊഴിയിൽ നിൽക്കാം. ഒരു വക്കീലിനെ കണ്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ കുറച്ച് അറേഞ്ച്മെൻ്റ് ആയിട്ടുണ്ട്. പുള്ളി ഇങ്ങനെ ഡിവേഴ്സിലേക്ക്, ഞാൻ പറഞ്ഞു ഡിവേഴ്സിലേക്ക് പോവല്ലേ. അപ്പോൾ പുള്ളി പറഞ്ഞു ഇല്ലടാ മക്കളെയൊന്നും വിട്ടിതാക്കാൻ പറ്റില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് ചെറിയ 1-2 പ്ലാനൊക്കെ ഉണ്ട് മനസ്സിൽ എന്നൊക്കെ പറഞ്ഞു. അതങ്ങനെ പറഞ്ഞ് അവിടെ വിട്ടതാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവർ ഈ സംഭവം ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫൗണ്ടേഷൻ തുടങ്ങുന്ന സമയത്തും ഈ പറഞ്ഞ പോലെ തന്നെ ചേച്ചി കുറച്ച് ഒച്ചയുമ്പോഴൊക്കെ വെച്ചിട്ട് ചേച്ചിയുടെ അമ്മ ബ്രദർ ഇവർ 3 പേരാണ് ഈ കമ്പനി ആക്ടിൽ NGOയുടെ കീഴിൽ വരുന്ന ഇതിലും വരുന്നത്. അപ്പോൾ പുള്ളി എന്താട്ടി അന്നും ഇതല്ലേ തുടങ്ങാമെന്ന് പറഞ്ഞു. പുള്ളിക്കാർ ലാസ്റ്റ് ആയപ്പോഴും ഇതിലേക്ക് ഞങ്ങളെടുക്കാൻ വേണ്ടി സംസാരിച്ചിരുന്നു എന്നൊക്കെ ഞാൻ അത് കഴിഞ്ഞിട്ട് അറിയുന്നത്. പുറത്തുനിന്ന് ആരെയും, അത് ഞാനെന്ന് മാത്രമല്ല വേറെയും 1-2 നമ്മൾ ഇതിനോട് അടുത്ത് നിൽക്കുന്ന പല ആളുകളുടെയും പേര് അതിൽ വന്നതാട്ടോ. അവരാരും എടുക്കാൻ ചേച്ചി സമ്മതിച്ചില്ല. അങ്ങനെ ഇവരിത് തുടങ്ങി. ബ്രദർ ഏകദേശം 1 വർഷത്തോളം 24 തുടങ്ങി ഈ 25 എന്നെ അറിയിക്കുന്ന ഡേറ്റ് വരെ ഇതൊന്നും ചെയ്തിട്ടില്ല, ഒരു പ്രവർത്തനം പുള്ളി ചെയ്തില്ല. നിങ്ങൾ വെറുതെ ഇനാക്ടിവേറ്റ് ആയി കിടക്കായിരുന്നു. അതിനുശേഷം അതെന്തോ അവർ ക്ലോസ് ചെയ്യാൻ പോയപ്പോൾ എന്തൊക്കെ ഇഷ്യൂസ് പറഞ്ഞു. അത് മാത്രമല്ല ഫിലോക്കാലിയ ഫൗണ്ടേഷൻ എന്ന് പറയുന്നൊരു പേര്, അതായത് ഇപ്പോൾ പല സോഷ്യൽ മീഡിയയിലും തീവ്രവാദ സംഘടന എന്ന് പറഞ്ഞ PKF, ഇതിന്റെ ഫുൾ ഫോം അറിയത്തില്ല, പലരും അതിനെ പലതരത്തിലാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ചിലരും അതിനെ TKF എന്ന് വരെ പറഞ്ഞു കേട്ടു. ഇത് ആക്ച്വലി PKF ആണ്, ഫിലോക്കാലിയ ഫൗണ്ടേഷൻ, അത്രേ ഉള്ളൂ. ഇത് തീവ്രവാദ സംഘടന എന്ന് ചേച്ചി തന്നെ പറയുന്നുണ്ട്. കോമഡി എന്താണെന്ന് വെച്ചാൽ ചേച്ചിയുടെ ഫേസ്ബുക്ക് പേജിൽ ചേച്ചി ഇട്ടിരിക്കുന്നത് co-founder ഓഫ് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ എന്നാണ്. അപ്പോൾ ഇത് തീവ്രവാദ സംഘടനയാണെങ്കിൽ പുള്ളിക്കാരി ആരാ? അതിൻ്റെ co-founder. അപ്പോൾ ആ തീവ്രവാദ സംഘടനയുടെ co-founder പറഞ്ഞ തീവ്രവാദ സംഘടനല്ലോ. ഈ PKF നിന്ന് ഇവരിത് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് വക്കീൽ പറഞ്ഞതാണ് ഒന്നെങ്കിൽ ഇത് വൈൻഡപ്പ് ചെയ്യുമ്പോൾ കുറച്ച് ഇഷ്യൂസ് വന്നു, കൂടാതെ ഈ പേര് പോയി കിട്ടും, ഫിലോക്കാലിയ ഫൗണ്ടേഷൻ എന്നുള്ള പേര് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഇവർക്കൊരു ഷെയിമാണ്. കാരണം വെച്ചാൽ ഫിലോക്കാലി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അതെന്തോ ഒരു കുറവ് പോലെയൊക്കെ ചേച്ചിക്ക് തോന്നുന്നു. ചേച്ചിക്ക് മാത്രമല്ല ചേച്ചിയുടെ അടുത്ത് നിൽക്കുന്ന പല ബന്ധുക്കാർക്കും അതങ്ങനെ പറയാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് അവർ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ്റെ co-founder എന്ന് കൊടുത്ത്, ചാരിറ്റബിൾ ട്രസ്റ്റിനില്ല ഫൗണ്ടേഷനായിട്ട് അവരിപ്പോൾ കച്ചറയാണ്, അതാണ് വാസ്തവം. പക്ഷെ എന്നാലും അവർ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുമ്പോൾ ഞാൻ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ്റെ എന്തോ ഇതാണെന്നുള്ള ലെവലിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഫൗണ്ടേഷൻ്റെ co-founder എന്ന് പറഞ്ഞ് ഇതാക്കി ഇവരിത് ചെയ്യാൻ പോകുന്നു. അപ്പോൾ വക്കീൽ പറഞ്ഞ പ്രകാരം എന്ത് കേട്ടുന്നു, ചേച്ചി ബ്രദർ ഇവർ 3 പേരും റിസൈൻ ലെറ്റർ ഇട്ടു. അതിനെ വൈൻഡപ്പ് ചെയ്യേണ്ട, ഈ പേര് നിലനിർത്താനായാലും വേണ്ടിയിട്ട് ഇത് വേറെ ആരെങ്കിലും വെച്ചിട്ട് ബ്രദർ ഇത് ഫോളോ അപ്പ് ചെയ്യുന്നു ബ്രദറിനോട് വക്കീലാണ് പറഞ്ഞെന്ന് വക്കീലും പറഞ്ഞു, ബ്രദറും പറഞ്ഞു. ഞാനൊരു ദിവസം എൻ്റെ ജോലി സംബന്ധമായിട്ട്, അതായത് ഞാനൊരു കേരള കാർസ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബറാണ്.
അപ്പോൾ ഞാൻ ഡൽഹി ഹരിയാന അവിടെ നിന്നൊക്കെ പോയി വണ്ടികളെടുത്ത് ഇവിടെ സെല് ചെയ്ത് കൊടുക്കുന്ന പരിപാടി, അതായത് ഡയറക്റ്റ് കസ്റ്റമർക്ക് എടുത്ത് കൊടുക്കും, രണ്ട് സൈഡിൽ നിന്നും കമ്മീഷൻ മേടിക്കും. ഞാനൊരു കമ്മീഷൻ ഏജൻറ്റ് തന്നെയാണ്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള വളരെ ലിമിറ്റഡ് ആയിട്ട് നമ്പേഴ്സിൽ സെലക്റ്റീവായിട്ട് വണ്ടികൾ എടുത്ത് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ചാനൽ നോക്കിയാൽ കാണാം. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ദിവസം ഇവിടുന്ന് എയർപോർട്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ എന്നെ കൊണ്ടുപോകാൻ വണ്ടി പുറത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ബ്രദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എമർജൻസി ആയിട്ട് നിൻ്റെ ആധാർ കാർഡും പാൻ കാർഡും പിന്നെ ആധാർ കാർഡ് രജിസ്റ്റർ ആയിട്ടുള്ള മൊബൈൽ നമ്പറും എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഞാൻ ഇട്ട് കൊടുത്തു. എന്തിനാണെന്ന് ചോദിച്ചില്ല? ഞാൻ ചോദിച്ചില്ല. അതായത് ഒന്നാമത്തെ കാര്യം, ഈ മാരി ജോസഫ് എന്ന് പറയുന്ന ബ്രദറിന് എനിക്ക് അത്രയും ട്രസ്റ്റാണ്, ഒരു വിശ്വാസം. കാരണം പുള്ളി എനിക്ക് പലരും വിചാരിക്കുന്ന പോലെ ലക്ഷങ്ങളോ ഉപകാരം ചെയ്തിട്ടോ കോടികൾ തരില്ല. കാരണം ആ മനുഷ്യൻ്റെ കൂടെ നടന്നിട്ട് അദ്ദേഹത്തിൻ്റെ നന്മ എന്തെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഞാൻ പല കഷ്ടതയിലിരിക്കുന്ന സമയത്തും പുള്ളി പറ്റുന്ന പോലെയൊക്കെ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ അതിനപ്പുറം നമുക്കൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഒരു അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് പറഞ്ഞു തരാണ്ടല്ലോ, നീ അത് ചെയ്യരുത്, അത് ചെയ്താൽ നിനക്ക് ദോഷമാണ്, അല്ലെങ്കിൽ നീ ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞു തന്നിട്ട് പുള്ളിയാവും. എൻ്റെ അപ്പം പോലും എന്നോട് അങ്ങനെ പറഞ്ഞു. അതെ, എൻ്റെ അപ്പം പോലും എന്നോട് നേരം അങ്ങനെ പറഞ്ഞിട്ടില്ല. പല കാര്യങ്ങളിലും ഇവൻ ഞാൻ എൻ്റെ വൈഫിനെ കല്യാണം കഴിക്കുന്ന തീരുമാനം പോലും എൻ്റെ അപ്പനോടും അമ്മയോടും ഞാൻ പറഞ്ഞിട്ടില്ല. ചോദിക്കാം, നിങ്ങൾ എന്തെങ്കിലും അവരെ കാണാൻ ചോദിച്ചോ. എൻ്റെ അപ്പനും അമ്മ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടായിരുന്നു, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞത് മാരി ബ്രദറിൻ്റെ അടുത്താണ്. പുള്ളിയോടും പറഞ്ഞ ചേച്ചിയോടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചേച്ചിയോടും പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രയും ഒരു റെസ്പെക്റ്റ് ഞാൻ ഇവർ രണ്ടുപേർക്കും കൊടുത്തിട്ടുണ്ട്, ഇവർ കൊടുക്കാറുണ്ട്. കാരണം എന്ത് കാര്യത്തിലും ഇപ്പോൾ ഇവരുടെ ഫാമിലിയിലാണെങ്കിൽ പോലും എല്ലാവരും എനിക്ക് പരിചയമില്ലല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ചോദിച്ചില്ല, എന്തിനാണെന്നുള്ളത് ചോദിച്ചില്ല. ഇത് കൊടുത്തു. ഞാൻ ഡൽഹിയിൽ പോയി, അവിടെ എത്തി. അന്ന് ഞാനൊരു വണ്ടികളെ കാണാൻ പോയി. ഇത് കഴിഞ്ഞ് രാത്രി ഫുഡൊക്കെ കഴിച്ച് ഞാൻ എൻ്റെ റൂമിലേക്ക് വരുമ്പോൾ ക്യാബിലിരിക്കുന്ന സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത്. എൻ്റെ പ്രൂഫ് മേടിച്ചുള്ളത് എന്തിനാണോ ചോദിച്ചിട്ട് ഞാൻ പുള്ളിയെ വിളിച്ചു. എന്താണെന്ന് ചോദിച്ചു, ബ്രദറെ എന്താ സംഭവം എന്ന് ചോദിച്ചു. അതുകൊണ്ട് പറഞ്ഞു, നിൻ്റെ ദോഷത്തിനല്ല, നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, നീ ടെൻഷനൊന്നും അടിക്കണ്ട, നിനക്ക് ഉപദ്രവം ചെയ്തില്ലടാ, നീ പേടിക്കൊന്നും വേണ്ട, നിന്റെ സ്വത്തൊന്നും ഞാൻ തട്ടിയെടുക്കത്തില്ല എന്ന് പറഞ്ഞു. അവൻ ഞാൻ തിരിച്ചിട്ടുണ്ട്, എടുത്താലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞാൽ ഫോൺ വെച്ചു. അപ്പം തന്നെ പുള്ളി എന്നെ തിരിച്ചു പറഞ്ഞു, എടാ നിന്നെ ഒരു മഹേഷ് എന്ന് പറഞ്ഞൊരു വക്കീൽ വിളിക്കും, അപ്പോൾ വിളിച്ചിട്ട് എന്തെങ്കിലും OTP ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം, നീ ഫോൺ എടുക്കാതിരിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. കാരണം നമ്മുടെ ചാനലിൻ്റെ നമ്പർ ആയതുകൊണ്ട് ഒത്തിരി കോളുകൾ വരുന്നുണ്ടല്ലോ. ഞാൻ നോക്കിക്കോളാം. ഞാൻ പറഞ്ഞു, വക്കീലിൻ്റെ നമ്പർ എനിക്കൊന്ന് അയച്ചിട്ട് ഞാൻ സേവ് ചെയ്യാറുണ്ട്. പുള്ളി ഒന്ന് ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഞാനത് വിട്ടു. ഇത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട്, അത് അയച്ചു കൊടുത്തിട്ടും 2 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്കൊരു കോൾ വരുന്നത്. വക്കീൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, OTP പറയാൻ പറ്റുമോ? അപ്പോൾ ഞാൻ നല്ല തിരക്കിലാണ്. ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഈവനിങ് ഒരു 6 o'clock കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ഫ്രീ ആണ്, നമുക്ക് ഇരിക്കാമെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അങ്ങനെ 6 മണിക്ക് ശേഷം പുള്ളി എന്നെ വിളിച്ചു. ഒരു 8-10 OTP എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെല്ലാം മറുപടി കൊടുത്തു. ഞാൻ പുള്ളിയോട് ചോദിച്ചു, ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നിന്നെ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ്റെ ബോർഡ് മെമ്പർ ആക്കിയെന്ന് പറഞ്ഞു. ഫിലോക്കാലിയ ഫൗണ്ടേഷൻ്റെ ബോർഡ് മെമ്പർ ആക്കി എന്നെ? അതെന്താ സംഭവം എന്ന് ചോദിച്ചു. കാരണം മുമ്പ് ട്രസ്റ്റ് തുടങ്ങിയത് ആക്ച്വലി രജിസ്ട്രേഷനും അതിൻ്റെ ബാക്കി ഫുൾ വർക്കുകൾ ചെയ്തത് ഞാനാണ്. കാരണം ഇവരൊരു ബേസിക് ആക്കി വെച്ചിരുന്നതിനും അതിൻ്റെ ഫുൾ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തത്, ഈവൻ ബാങ്ക് അക്കൗണ്ട് എടുത്തതും അതിൻ്റെ പാൻ കാർഡ് എടുത്തും എല്ലാ കാര്യങ്ങളും ആക്റ്റീവ് ആക്കിയത് ഞാനാണ്. അപ്പോൾ ഇതിലങ്ങനെ അന്ന് എന്നെ ബ്രദർ പറഞ്ഞിരുന്നു, ഇങ്ങനെ ബോർഡ് മെമ്പർ ആക്കും എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ എന്തോ ചേച്ചി അതിന് സമ്മതിച്ചില്ല. അന്നും കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി, ഡ്രൈവറെ ഒന്നും ഇതിലെടുത്തിടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഞാനും പറഞ്ഞു, നിർബന്ധിക്കേണ്ട, നല്ല ലെവലിൽ പോയാൽ മതിയല്ലോ. PKF തുടങ്ങിയപ്പോഴും ഇങ്ങനെ ബോർഡ് മെമ്പർ ആക്കി എന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ടിയിരുന്നില്ല, ചേച്ചിക്ക് ഇഷ്ടമല്ലല്ലോ എന്ന് ചോദിച്ചില്ലേ ബ്രദറിന്? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇതിനകത്ത് ചേച്ചിയില്ല. ഞാൻ ചോദിച്ചു, വേറെ ആരൊക്കെ ഉണ്ട് ചോദിച്ചു വക്കീലിനോട്. അപ്പോൾ ഒരു ദേവസ്യ ആൻ്റണി ഉണ്ട് പറഞ്ഞു. അപ്പോൾ ദേവസ്യ ആൻ്റണി പറഞ്ഞാൽ നമ്മുടെ മാഷ. അപ്പോൾ അവർ മരിച്ചു പോയിട്ടൊരു സങ്കടത്തിൽ ഇവിടെ വന്നിരിക്കുന്നത് പാവം മാഷ് ടീച്ചറാണ്. ഇവിടെ എപ്പോഴും വരും, എൻ്റെ മോനെയൊക്കെ ഭയങ്കര കാര്യം കേട്ടോ. അപ്പം ഞാൻ മാഷ വിളിച്ചു. മാഷേ മാഷ ഞാൻ ചോദിച്ചു, മാഷ് ഇതിലാണോ? നീ എങ്ങനെ അറിഞ്ഞു ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനറിയാതെ എന്തെങ്കിലും നടക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു, നിന്നോട് ആരാ പറഞ്ഞു ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നോട് ഇങ്ങനെ ഇത് പറഞ്ഞു. ഞാനോട് നീ ഉണ്ടോ? അതെന്നോട് മാരി ഓർമ്മയില്ലല്ലോ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അന്നെങ്ങനെ സംഭവം സംഭവിച്ചോളൂ. അതിൽ മാഷ് എന്നോട് ചോദിച്ചു, എടാ ജിജി ഇല്ലേ ഇതിനകത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി ഇല്ല എന്നാണ് വക്കീൽ പറഞ്ഞത്, ഇനി ചിലപ്പോൾ വന്നുകൂടാ. അപ്പോൾ ബ്രദറിനെ വിളിച്ചപ്പോൾ ബ്രദർ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും നേരിട്ട് ഞാൻ പറയാം, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നമ്മളിരിക്കും സംസാരിക്കും എന്നൊരു ഇത്. എന്നോട് ചോദിച്ചാൽ എന്നാൽ വരുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, വരൽ കുറച്ച് ദിവസം പിടിക്കും, ഇങ്ങനെ കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്, ഇത് കഴിഞ്ഞിട്ടേ വരുള്ളൂ, വരുന്ന ഡേറ്റ് അറിഞ്ഞിട്ട് എന്നോട് പറയാം, ഞാൻ പറയാമെന്ന് പറഞ്ഞു. ശരി. അങ്ങനെ ഞാൻ വരുന്ന ദിവസം ബ്രദറിനെ വിളിച്ചറിയിച്ചു. മാഷ വീട്ടിൽ, അതായത് ബ്രദറിൻ്റെ വീട്ടിലാണ് മാഷും ടീച്ചറും താമസിക്കുന്നത്. അവിടെ ഞങ്ങളിങ്ങനെ ഇരുന്ന സമയത്ത് ബ്രദർ പറഞ്ഞു, കാര്യങ്ങളിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, ഇത് വേണം, കാരണം ചേച്ചി ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ പുള്ളിക്കാരി 2 അടിച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തെറിയും പൂരപ്പാട്ടും അടിയാവും, ചിലപ്പോൾ അത് ബ്രദറിനെ വരെ ദോഷം ചെയ്യും. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇത് കണ്ടില്ലേ നീ അന്നത്തെ? ഞാൻ പറഞ്ഞു, അതാ പറഞ്ഞു, ഇതിൻ്റെ ബാക്കി നടക്കും, വേണോ ചോദിച്ചു. പുള്ളി പറഞ്ഞു, നിവൃത്തികേട് കൊണ്ട് ഞാൻ ചെയ്യണം. അതായത് നിവൃത്തികേട് എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ നിവൃത്തികേട്,
ട്രസ്റ്റിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ന തന്നെ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിനൊന്നും വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ അതിനു വേണ്ടി ഞാൻ ഉത്സാഹിക്കുന്നില്ല. കാരണം വെച്ചാൽ ഇവർ കിട്ടുന്ന ഫണ്ടുകൾ പല വഴിക്ക് തിരിക്കുന്നു. അത് മാത്രമല്ല, വിദേശ ഫണ്ട് സ്വീകരിക്കാൻ ചാരിറ്റബിൾ ട്രസ്റ്റിന് പറ്റില്ല, FCRA ലൈസൻസ് ഇല്ല. അതുകൊണ്ട് ബ്രദർ പുറത്ത് പോയ സമയത്ത് ബ്രദറിൻ്റെ ഫോൺ കോളുകൾ പലതും ചേച്ചിക്ക് ഡൈവേർട്ട് ഇട്ടിരുന്നു. ചേച്ചി ഇതിലെല്ലാം സംസാരിക്കുകയും അവരോട് സംസാരിച്ച് പലതരത്തിലുള്ള എമൗണ്ടുകൾ അക്കൗണ്ടിൽ സ്വീകരിച്ചിട്ടുണ്ട്. അത് ചേച്ചിയുടെ അക്കൗണ്ടിൽ മാത്രമല്ല, ചില സ്റ്റാഫുകളുടെയും ചേച്ചിക്ക് വേണ്ടപ്പെട്ട പല വ്യക്തികളുടെയും ബന്ധുക്കാർക്ക് അക്കൗണ്ടിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതിനെല്ലാം പ്രൂഫ് പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്, പുള്ളിക്കറിയാം. അപ്പോൾ ഇത് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര പൂട്ടിയാണ്. കാരണം പുള്ളിക്കാരി ഒരു കാരണവശാലും അക്കൗണ്ട് ഡീറ്റെയിൽ പുറത്തു വിടുന്നില്ല. അത് അക്കൗണ്ടിൽ വന്ന പേയ്മെൻറ്റിൻ്റെ കണക്കോ കാര്യങ്ങളോ ഒന്നും പുറത്ത് ഒരു കാരണവശാലും പറയുന്നില്ല. ഇത് ഇവർ പരസ്പരം പറഞ്ഞാൽ തീർന്നു വരെ ഫാമിലി പ്രശ്നം. ഇത് പറഞ്ഞാൽ തീർന്നു 100%. അപ്പോൾ ഇത് പറയുന്നില്ല. ഇത് മാത്രമല്ല, ഇങ്ങനൊരു ബിൽഡിങ് കാര്യങ്ങൾ ചേച്ചി മേടിച്ചു. അപ്പോൾ പുള്ളി അന്വേഷിച്ചപ്പോൾ അതിൽ കൊടുത്ത എമൗണ്ട് മാത്രമല്ല, വലിയൊരു എമൗണ്ട് ബ്ലാക്ക് ആയിട്ടും പോയിട്ടുണ്ട്. ഇതിൻ്റെ സോഴ്സ് എനിക്കറിയണം. അത് ഞാൻ അവളോട് ചോദിച്ചിട്ട് അവൾ പറയുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഇനി ജനങ്ങൾ തരുന്ന പൈസ ഇതേപോലെ പുറത്തു പോയിക്കുന്ന ഉണ്ടാവാൻ പോണ വിഷയം, നാളെ ഇത് ഇവർ പറയാതെ NIA അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കയറി പിടിച്ചു എന്ന് വിചാരിച്ചു, എന്താ ഉണ്ടാവുക? ഈ ഇരിക്കുന്ന മനുഷ്യനല്ലേ ഏറ്റവും വലിയ കള്ളനാവുക. കാരണം ഇങ്ങനെയല്ല അതിൻ്റെ ഡയറക്ടർ. ഇവൻ പാകിസ്ഥാൻ ചാരനാവും. ഇപ്പം തന്നെ കമൻറ്റ് കണ്ടില്ലേ? ഇതിൻ്റെ അപ്പുറം വിഷയങ്ങളാവും. പറയാതെ ഇരിക്കാൻ പറ്റുന്ന വിഷയമല്ല. അതുകൊണ്ട് പുള്ളി ഇത് പറഞ്ഞു, ഞാൻ ഇത് പുറത്ത് പറയുന്നില്ല, പക്ഷേ ലീഗലി ഇതിന് വേണ്ട ആക്ഷൻസ് എടുക്കാൻ ഞാൻ തീരുമാനിച്ചു. ചിലപ്പോൾ എനിക്കും അതിലെന്തെങ്കിലും പണിഷ്മെൻറ്റ് കിട്ടും. ഇനി ഞാൻ കുറ്റക്കാരനാണെങ്കിൽ എന്നെ തപ്പട്ടെ. കാരണം എനിക്ക് പേടിയില്ല. കഴിഞ്ഞ പ്രാവശ്യം പുള്ളിയുടെ അക്കൗണ്ട് പുള്ളി ഇടി കയറിയതാണ്. അന്ന് എന്നെ പുള്ളി വിളിച്ചു പറഞ്ഞു, നീ ബിസിനസ് ചെയ്യുന്നതാണ്, സൂക്ഷിക്കണം കേട്ടോ, ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത്, എനിക്കിപ്പോൾ പണി കിട്ടിയിട്ടുണ്ട്, നീ സൂക്ഷിക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു പ്രശ്നമില്ല, എൻ്റെ ഫുൾ അക്കൗണ്ട്സ് ഓഡിറ്റിംഗ് നടക്കുന്നതാണ്. ഞാൻ പറഞ്ഞു പുള്ളിയോട്, ഞാൻ എൻ്റെ കാണിച്ചായിരുന്നു. അപ്പോൾ ഇതേപോലെ പുള്ളി എന്നോട് പറഞ്ഞു, എനിക്ക് യാതൊരു പേടിയില്ല, ജിജി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് അവൾ ഇതാക്കണം, അല്ലെങ്കിൽ അവൾ ആ തെറ്റ് സറണ്ടർ ചെയ്ത് ജനങ്ങളുടെ പൈസ ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കണം. അത് ഒരു രൂപ പോലും പുള്ളിക്ക് വേണ്ട, പുള്ളിയുടെ കുടുംബക്കാർക്കും വേണ്ട. ഇത് ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ഇതിൻ്റെ ഫണ്ട് ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. നാളെ ഇവരിലേക്ക് ഗവൺമെൻറ്റിലേക്കേ പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവകാശപ്പെട്ട കാര്യങ്ങൾ നടക്കണം. അതുപോലെ പല സ്ഥലങ്ങളിൽ നടക്കേണ്ട പണികളും പെൻഡിങ് ആണ്, പൈസ അല്ലാത്തതുകൊണ്ട്. അത് ഈ കാശെടുത്ത് തിരിച്ചിരിക്കുക. അപ്പോൾ അത് അങ്ങോട്ട് വെച്ച് ആ പണി കംപ്ലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇതാവില്ല, നാളെ എന്തെങ്കിലും പിടുത്തം വന്നു കഴിഞ്ഞാൽ ഞാനാവും പാകിസ്ഥാൻ ചാരൻ, മതം മാറിയവൻ, മറ്റേത് മറിച്ചെന്ന് പറഞ്ഞാൽ ആളുകൾ ഇട്ട് ആഘോഷിക്കും. ജിജിയുടെ കാര്യമൊന്നും അവിടെ പറഞ്ഞാൽ ഏൽക്കില്ല. പിടിച്ചപ്പോൾ കുറ്റം ഭാര്യയ്ക്ക് ഇട്ട് കൊടുത്താൽ പറയത്തുള്ളൂ. അതുകൊണ്ട് ഇത് വിഷയം വിട്ടാൽ പറ്റില്ലടാ. അതുകൊണ്ട് ഞാനിത് ലീഗലി ആക്ഷൻ എടുക്കാൻ പോവാണ്. ഓൾറെഡി അതിൻ്റെ കാര്യങ്ങൾ നീക്കമൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും ജനങ്ങൾക്കുള്ള സേവനം മുടങ്ങാതിരിക്കാൻ എനിക്ക് ഇങ്ങനൊരു ഇതാവശ്യമാണ്. പിന്നെ ഈ കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന സംഭവം ആയതുകൊണ്ട് ഒരിക്കലും ഫാമിലി മെമ്പേഴ്സ് പറ്റില്ല. അതിപ്പോൾ അവർ 3 പേരുണ്ടെങ്കിൽ 4 പേരെല്ലാം പുറത്തുനിന്ന് വേണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ഈ കാര്യം ജിജി വന്ന് ചോദിച്ചില്ലേ? പറഞ്ഞു ഇങ്ങനെയാണ്, ഇത് സഹായിച്ചേ പറ്റുള്ളൂ ഈ ജനങ്ങൾ. ഞാൻ പറഞ്ഞു, ബ്രദറെ, ഒന്നാമത് എനിക്ക് എൻ്റെതായ തിരക്കുകളുണ്ട്, നല്ല ടൈറ്റ് ഷെഡ്യൂളിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കിതെല്ലാം കൂടെ പറ്റും. പുള്ളി നീ ഒരാളായിട്ട് നിന്നാൽ മതി, ഞാൻ വിളിക്കുമ്പോൾ നീ ബോർഡ് മീറ്റിങ്ങിലും കാര്യങ്ങൾക്കും വരണം, എന്തെങ്കിലും ഒഫീഷ്യലായിട്ട് ആവശ്യം വന്നാലും നീ വരണം, സംസാരിക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ അത് ഞാൻ നിന്നോട് മുൻകൂട്ടി പറയാം. ഇനി അതിന് നീ വന്നു പോകണമെന്ന് നിനക്ക് എന്തെങ്കിലും വേണേൽ പൈസ ഞാൻ അങ്ങോട്ട് തരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, പിന്നെ ബ്രദറെ ഒന്നും വേണ്ട, എന്താ വെച്ചാൽ ചെയ്യും, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചിനെ ഒന്ന് അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ചേച്ചിൻ്റെ നേരത്തെ എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, ഒറ്റ കുഴപ്പമില്ല. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ പ്ലാനിങ്ങിനാണ്, നമ്മൾ ചേച്ചിയോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരി ഉടക്കിലാണ്, പക്ഷെ ഞാൻ സംസാരിച്ച് റെഡിയാക്കുന്നുണ്ട്. എൻ്റെ ഭാര്യയല്ലേ, എനിക്ക് പറ്റുമല്ലോ. സംസാരിച്ച് റെഡിയാക്കി പുള്ളിക്കാരിയെ ഇതിലെ ബോർഡ് മെമ്പർ ആക്കും. ഉള്ളി ബോർഡ് മെമ്പർ, എന്നെ പോലെ തന്നെ ഒരു ബോർഡ് മെമ്പർ. ഒരു കാരണവശാലും ഫിനാൻഷ്യലായിട്ടുള്ള ഒരു കാര്യങ്ങളിലും പുള്ളി കൈ കടത്താൻ പറ്റില്ല. അത് മാത്രമല്ല, ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിൽക്കുന്ന സമയത്ത് പേഴ്സണൽ അക്കൗണ്ടിൽ കാശ് മേടിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കാൻ കേട്ടോ, ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ. ഈ മേടിച്ച കാശ് പോലെ പേഴ്സണൽ ഗൂഗിൾ പേയിലോ കാര്യങ്ങൾക്കോ ഒരു ഡയറക്ടേഴ്സിനും കാശ് മേടിക്കാൻ പറ്റില്ല. 100% ഇത് 12 അതുകൊണ്ട് ഡയറക്റ്റ് പേയ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് കയറിക്കോളും. ആദ്യമേ ഇതാക്കണ്ട, അത് അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ ആ ലെവലിൽ പൊക്കോളും, അത് ചെയ്യണം. അത് ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞിട്ടുണ്ട്. ഫാമിലി അക്കാഡമിയുടെ, അതായത് ഫിലോക്കാലി ഫാമിലി അക്കാഡമിയുടെ പൂർണ്ണമായ ഇൻചാർജ് ചേച്ചിക്കും കൗൺസിലിങ്ങിൻ്റെ ചാർജ് മാഷിക്ക് കൊടുക്കും. കാരണം ചില മകൾ പഠിക്കുകയല്ലേ, അവളെ പഠിത്തം കഴിഞ്ഞാൽ അവൾ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഡയറക്ടർ ആരാവും? അഡോണ മാരിയോ, മൂത്ത മകള്. ഇതാണ് ബ്രദറിൻ്റെ വ്യക്തമായ പ്ലാൻ. അപ്പം നമ്മളിത് പണിത് ഈ ഫൗണ്ടേഷൻ ഇതാക്കി എന്നോട് പറഞ്ഞ് ഈ ട്രസ്റ്റ് ചെയ്ത പോലെ തന്നെ A to Z കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് പറ്റുമെങ്കിൽ കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് ഇതിനെ സോഷ്യൽ മീഡിയയിലും പ്രൊമോട്ട് ചെയ്ത് സെറ്റാക്കി കൊണ്ടുവന്ന് നമ്മൾ എന്തായിട്ടും അഡോണയെ ഇതേൽപ്പിക്കും. എന്നുവെച്ചാൽ ആള് ഇതിന് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആണ്. ഇത് മനസ്സിലായില്ലേ? ഒരു തട്ടിക്കൂട്ട് ഇതല്ല.
അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അഡോണയെ ഇരുത്തി അവൾ വേണം ഇത് ഹാൻഡിൽ ചെയ്യാൻ. ഇപ്പം നീ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ അഡോണയെ സപ്പോർട്ട് ചെയ്യണം. അവൾക്ക് വേണ്ട സോഷ്യൽ മീഡിയ പ്രൊമോഷൻ ചെയ്യണം, വീഡിയോസ് എടുത്തു കൊടുക്കണം, കാര്യങ്ങൾ. അല്ലാതെ ചേച്ചിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇത് നാസു പുസാക്കി കളയും, അടിച്ചു തീർക്കും. അത് വാട്ട് ഈസ് അടിച്ച് തന്നെ തീർക്കും. അതുകൊണ്ട് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് കൊള്ളാം, നല്ല പ്ലാനാണ്. കാച്ചാൽ ആ കൊച്ചിനാണേലും കാച്ചാൽ നല്ലൊരു ഇതാണ്. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാച്ചാൽ ഒരു പാവം കുട്ടിയാണ് അഡോണ. അവർ ഒട്ടും ഞാൻ ഇത്രയും വിഷയമൊക്കെ നടന്നപ്പോൾ ഞാൻ ആദ്യം ആ വോയിസ് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ചെറിയ ആളാണ്, ഞാനും അവളായിരിക്കും ഇതിൻ്റെ പുറകിലെന്നാണ് കരുതിയത്. പക്ഷേ അഡോണയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്തം വിട്ടു. കാരണം വളരെ സൈലൻ്റ്, വളരെ സൗമ്യമായിട്ടൊരു മിണ്ടാപ്പൂച്ചായിരുന്നു ആളെങ്ങനെ ഇങ്ങനെ ആയി എന്നറിയില്ല. കാരണം പുള്ളിക്കാരി ആ കൊച്ചും ആ വീഡിയോയിലൊക്കെ ഓഡിയോയിലൊക്കെ കേട്ടാലറിയാം. ഞാനും മാഷും കൂടെ വന്ന് ഈ സ്വത്തൊക്കെ പാടെ എടുത്തോട്ട് പോകുന്നതാണ്. ആക്ച്വലി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സ്വത്തൊന്നും ഞങ്ങൾക്ക് ആർക്കും എടുത്തോട്ട് പോകാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാ കൊച്ചിനെ ആദ്യം സത്യം പറഞ്ഞാൽ മനസ്സിലാക്കണം. NGO എന്ന് പറഞ്ഞാലും എന്താ പറയുക, നോൺ പ്രോഫിറ്റ് കമ്പനിയാണ്. ഇതിന് പ്രത്യേകിച്ച് ലാഭം നഷ്ടം നോക്കി ഞങ്ങൾക്ക് അത് വീതിച്ചെടുക്കാനൊന്നും പറ്റില്ല. ഞങ്ങളുടെ എല്ലാം പ്ലാൻ എന്താ, അഡോണയെ ഇരുത്തണം, അവൾ വേണത്. കാരണം ബ്രദറിനെ പറഞ്ഞു എനിക്ക് ഇത്രയും പ്രായമായി, പല പല ബുദ്ധിമുട്ടുകളും പല പല അസുഖങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ സൈബർ അറ്റാക്കുകൾ ഇങ്ങനെ വരുമ്പോൾ പുള്ളിക്ക് പലതും നേരിടാൻ പോലും വയ്യ. കാരണം കൂടുതൽ സപ്പോർട്ടില്ല, മനസ്സിലല്ലേ, ഒരു സപ്പോർട്ടില്ല. അത് ചേച്ചിക്ക് അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങൾ, തീവ്രവാദ ബന്ധം, ഗേ ആണ്, മറ്റേതാണ്, മറിച്ച് എന്നൊക്കെ പറഞ്ഞ് ഇറക്കി വിട്ടിരിക്കുന്നത്. എങ്ങനെയും തകർക്കുക. അത് ഈ ഇങ്ങനെ പ്രതിച്ഛായ അങ്ങ് തകർത്താൽ, എൻ്റെയും പ്രതിച്ഛായ അങ്ങ് തകർത്താൽ ഞങ്ങൾ പിന്നെ അതിൻ്റെ പുറകെ നടക്കൂലല്ലോ. ജിജി എന്ന് പറയുന്ന അവരുടെ മോട്ടിവേഷണൽ സ്പീച്ചൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് ഒരുപാട് പേര് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ഇവരുടെ ജീവിതം കണ്ട് കൊതിച്ച ഒരുപാട് ആളുകളുണ്ട്. ഒരു തരത്തിൽ ഇത്തരത്തിൽ മദ്യപാനിയായിട്ടുള്ള ഇത്തരം സ്വഭാവ വൈകൃതങ്ങളൊക്കെ ഉള്ള ജിജി മോട്ടിവേഷണൽ സ്പീച്ച് നടത്തുന്നു, അത് സോഷ്യൽ മീഡിയയിലിട്ട് പോസ്റ്റ് ചെയ്യുന്നു. ഇതുവഴി ജനങ്ങളെ മണ്ടന്മാരാക്കി. ഇതിന് മാരിയോ ബ്രദറും കൂട്ടുന്നതല്ലേ? അങ്ങനെ കൂട്ടു നിന്നു എന്ന് പറയുന്ന ആളുകളോട് തിരിച്ച് ഞാൻ ചോദിക്കട്ടെ, അതേ ആളുകൾ തന്നെ അതിൽ തിരിച്ചും കമൻ്റ് ഇടുന്നത്, നിങ്ങൾ എന്തിനു ഈ പരിപാടി ചെയ്തു, എന്തിനു ഭാര്യ നാറ്റിച്ചു, നിങ്ങൾക്കിത് ഉള്ളിൽ തന്നെ പറഞ്ഞ് തീർത്തൂടെ എന്നുള്ളത്. ഉള്ളിൽ പറഞ്ഞ് തീർക്കാൻ നോക്കി. ചില കാര്യങ്ങളിൽ നമ്മളെല്ലാ മനുഷ്യരും 100% നല്ല ആളുകളല്ല. എല്ലാവർക്കും ഓരോതായ വീക്ക്നെസ് ഇല്ലേ. അത് അവരുടെ പോരായ്മ എന്താ, തെറ്റെന്താണെന്ന് അറിഞ്ഞ് അവരത് തിരുത്തും എന്നുള്ള പ്രതീക്ഷ ഈ കഴിഞ്ഞ ദിവസം വരെ ബ്രദറിനുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും ബ്രദറും ഭാര്യയും കൂടി ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. അതായത് പരസ്പരം കുട്ടൂസ എന്ന് വിളിച്ച് സ്നേഹത്തോടെ വിളിച്ച് സംസാരിക്കും. ഇതൊക്കെ കാണുന്ന പൊതുജനങ്ങളെ മണ്ടന്മാരായിരുന്നില്ലേ? അല്ല, അതിൽ കാര്യം എന്താണെന്നറിയോ, ചേച്ചി അടിക്കുന്ന സമയത്ത് പ്രശ്നമുള്ളൂ. അടിക്കാത്തപ്പോൾ പുള്ളിക്കാരിക്ക് നല്ല ഓർമ്മയുണ്ട്. ചെയ്യുന്ന കാര്യം, പറയുന്ന പ്രവൃത്തി എല്ലാം നല്ല ഓർമ്മയാണ്. അടിച്ചില്ലെങ്കിലുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടെ, ഭയങ്കര സ്നേഹമാണ്. ഇപ്പോൾ ഒരാൾ വന്നു 10 രൂപ ചോദിച്ചു, 20 രൂപ കൊടുക്കും. അടിച്ചില്ലെങ്കിൽ അടിച്ചാൽ അങ്ങനെയല്ല. അതായത് 2 കഴിച്ചാലുള്ള പ്രശ്നം. എപ്പോഴും മിക്സ് ചെയ്ത് കയ്യിലൊക്കെ കൊണ്ടു നടക്കാറൊക്കെ ഉണ്ട്. അത് പ്രോഗ്രാംസിലൊന്നും സ്റ്റേജിലൊന്നും കയറുമ്പോൾ അങ്ങനെ കഴിക്കാറൊന്നുമില്ല കേട്ടോ, എല്ലാ കാര്യം പറയാം. പിന്നെ പണ്ട് ധ്യാനം നടത്തുന്ന സമയത്ത് ഇല്ലായിരുന്നു, ഒരു പരിധി വരെ അല്ല. എപ്പോഴെങ്കിലും ഞങ്ങൾ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ കഴിക്കുമായിരുന്നുള്ളൂ. അല്ലാതെ ധ്യാനത്തിന് വന്നടിക്കുക അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല ആളെ കൊണ്ട്. ഞാൻ പറഞ്ഞു ആ കയ്യിലൊക്കെ ഡീസൻ്റാണ്. പക്ഷെ അടിച്ചു കഴിഞ്ഞാൽ പോയി. അടിക്കാത്തപ്പോൾ ബ്രദറിനെ ഭർത്താവായിട്ട് അംഗീകരിച്ച് വളരെ സ്നേഹത്തോടെയാണ്. പിന്നെ തീർച്ചയായിട്ടും അത് ഇപ്പോഴും ബ്രദർ ആകൊണ്ടല്ലേ പറയുന്നത്, അവൾ കൂടി നിർത്തി വരട്ടെ, ഞാൻ അവളെ എടുക്കാം. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാലേ, കാശ് കയ്യിൽ കണ്ടമാനുണ്ട്, സ്ഥിരം അടിയാണ്. ഇന്നലെ ഒരാൾ വിളിച്ചിട്ട്, ഇവിടെ ഫൗണ്ടേഷനിലെ സ്റ്റാഫ് പറയുന്നുണ്ട്, ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് പറയാണ്, പത്തനംതിട്ടയിൽ ഇതിലെ പ്രോഗ്രാം നടക്കുമ്പോൾ ലാസ്റ്റ് ഡേയിൽ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ചേച്ചി അവരെ വീട്ടിൽ പോയിട്ട് 2 കുപ്പി മേടിച്ചിട്ടുണ്ട്. അത് ബ്രദറിന് കഴിക്കാനാണെന്ന് പറഞ്ഞാൽ മേടിച്ചത്. ബ്രദറിൻ്റെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത് അത് അവർക്ക് കഴിക്കാനാണെന്നുള്ളത്. അവർ നമ്പർ വരെ തന്നിട്ടുണ്ട്. അവസ്ഥ ഒന്ന് ആലോചിച്ചു. അപ്പോൾ ഇത് പുള്ളിക്കാരി, ഞാൻ പറയലേ, പുള്ളിക്കാരിയുടെ ഉള്ളിൽ ആക്ച്വലി ഈ ലഹരി എന്ന് പറയുന്ന സംഭവം കയറുമ്പോഴാണ് ഈ വിഷയങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ കുറച്ച് സ്ഥാനമോഹങ്ങളും, അതായത് ഞാനൊരു സെലിബ്രിറ്റിയാണ്, എനിക്ക് എന്തൊക്കെ ആവണം എന്നുള്ളൊരു ആഗ്രഹവും, അങ്ങനെ കുറച്ച് എന്താ പറയുക, ഒരു ചില കാര്യങ്ങളൊരു വീക്ക്നെസ് ഉണ്ട്. അത് വല്ലാതെ കയറി പിടിച്ചിട്ടുണ്ട്. അത് മാറ്റിയാൽ പ്രശ്നം തീർന്നു. ഇപ്പോഴും ബ്രദർ പറഞ്ഞതാണ്, നീ തിരുത്തി വാ. ഇപ്പോഴും ബ്രദർ പറയുന്നത് എന്താ വെച്ചാൽ, ഇന്നലെ മറുനാടൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇനി എന്തായാലും ഒരു സോഷ്യൽ ലൈഫില്ല, 2 പേർക്കും വീഡിയോ ഉള്ള കാര്യങ്ങളൊന്നുമില്ല. പുള്ളി പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, വീട്ടിൽ അവൾ നല്ലൊരു ഭാര്യയും ഞാനൊരു ഭർത്താവുമായിട്ട് ഇരുന്നാൽ മതി. മക്കൾക്ക് അപ്പനും അമ്മയില്ലേ, അവർക്കറിയാവുന്ന വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാം, ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. ബ്രദറിന് ഇനിയും കുറച്ചും കൂടിയും കാത്തലിക് കാര്യങ്ങളൊക്കെ ആയിട്ട് പഠിക്കാൻ പറ്റും. വേണമെങ്കിൽ അതിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ പുള്ളിക്ക് പേഴ്സണലി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്യാം. അങ്ങനെ പോയിക്കൂടെ? അതിന് തയ്യാറല്ലല്ലോ. ഇത് ഇത്രയും ഒരു ഇതും പുള്ളിക്കാരുടെ എല്ലാ തെണ്ടിത്തരത്തിനും ബ്രദറെ കൂട്ട് നിന്നിട്ട് ആ കൂടെ നിന്ന ആളെ ചതിക്കേണ്ട ചെയ്ത്. പുള്ളിക്കാരുടെ ഒരു ലൈഫ് ബാക്ക് സ്റ്റോറി ഉണ്ട്. അത് നമ്മൾ പറയും, വന്ന വഴി മറക്കരുത് എന്നുള്ളത്. മനസ്സിലല്ലേ? ആ വന്ന വഴി മറന്നതാണ്, അതാണ് പ്രശ്നം. അതിനിങ്ങനെ ഒരു കൊട്ട് കൊടുക്കന്നെ വേണം. നട്ടലല്ലേ ഏതൊരാണോ ആഗ്രഹിക്കുന്ന അതിനല്ലേ.
സ്വന്തം ഭാര്യ ചെയ്ത തെണ്ടിത്തരം കാര്യങ്ങൾ മറയ്ക്കാൻ വേണ്ടി ആരെങ്കിലും കൂട്ടു നിൽക്കും. ഇതിന് എപ്പോഴും ഇങ്ങനെ കൗൺസിലേഴ്സ് ആണെങ്കിൽ പോലും ആരാണെങ്കിലും പുറത്തുനിന്ന് തേർഡ് പാർട്ടി ഒരാൾ മധ്യസ്ഥ പറയുമ്പോഴാണ് ഇത് കൂടുതൽ എഫക്റ്റീവായിട്ട് വരുള്ളൂ. ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു തേർഡ് പാർട്ടി ഒരാൾ ഇടപെടുന്നതിൻ്റെ ടൈം കുറച്ച് വഴുകിപ്പോയി. പലതും ഇവർ മനസ്സിൻ്റെ ഉള്ളിൽ ഒതുക്കിയും ചില വിഷയങ്ങൾ പുറത്തു പറയാതെയും പോയത് ഇവരെ സംബന്ധിച്ച് വലിയൊരു വിഷയമാണ്. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഇതിൻ്റെ ഇടയിൽ മധ്യസ്ഥ സംസാരിച്ച പല വ്യക്തികളും ചേച്ചിയോടും യുണാനിമസിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒന്ന് താന്നു കൊടുക്ക്. പുള്ളിക്കാരൻ്റെ വീഡിയോ പറഞ്ഞു കൊടുക്കുന്നില്ലേ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ കെട്ടിപ്പിടിക്കാറുണ്ടോ, ഉമ്മ കൊടുക്കാറുണ്ടോ, ഒന്ന് താന്നു കൊടുത്തൂടെ എന്നൊക്കെ ചോദിക്കും. ഒന്ന് താന്നു കൊടുക്ക്. ഇപ്പോഴും ചേച്ചിയോട് ഞങ്ങൾ പറയുന്നതാണ്. പുള്ളിക്കാരി ഇന്നലെ മറുനാടനിലും പറഞ്ഞ പ്രധാന പോയിന്റ് അതാണ്. പുള്ളി പറഞ്ഞു, മാണി മറുനാടനിൽ പറഞ്ഞു ഞാനും വരാം വീഡിയോയ്ക്ക്. അവൾ ഇവിടെ വരികയാണ്, അവളുടെ ഓഡിറ്റിംഗ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുകയാണ്, അല്ലെങ്കിൽ അവൾ ഓഡിറ്ററെ കാണിച്ചിട്ട് അതിൻ്റെ രേഖ അവിടെ വെക്കുകയാണ്, ആ വീട് മേടിച്ചതിൻ്റെ സോഴ്സ് ഇവിടെ വെക്കുകയാണ്. അത് സത്യം എന്ന് പറഞ്ഞാൽ മാരിയുടെ ഭാഗത്ത് തെറ്റെങ്കിൽ മാരിയോ സോറി പറഞ്ഞ് ജിജിയെ സ്വീകരിക്കും, അല്ലെങ്കിൽ ജിജി തെറ്റ് പറഞ്ഞ് സോറി പറഞ്ഞിട്ട് മാരിയോ സ്വീകരിക്കും. പ്രശ്നം തീർന്നു. അവർ തുറന്ന് വീഡിയോ ഇടാനോ നാട്ടുകാരെ കാശ് പിടിക്കാനോ ഒന്നിനും പോകണില്ല. അവരവരുടെ കുടുംബജീവിതമായിട്ട് പൊക്കോളും. അതിൽ പിന്നെ വേറൊരു കൈ കടത്താതെ ഇരുന്നാൽ മതി. ഇപ്പോൾ ഈ സെറ്റ് ബോക്സിന്റെ ഒരു കഥ പറഞ്ഞല്ലോ, ആ വീട്ടിലെ ടി വി ഇല്ലായിരുന്നു എന്ന് ബ്രദർ പറയുന്നുണ്ട്. അത് വീടല്ല, ഓഫീസാണ്. അവിടെ ടി വി ഇല്ല. പിന്നെ ഇനി ഉണ്ടാണ് തന്നെ CCTV വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതിൻ്റെ മറ്റേ DVR അല്ലേ അതുണ്ട്. പക്ഷെ അതും രസമുണ്ട്, മറ്റൊരു ഇതിൻ്റെ മേലെ ബോക്സിലൊക്കെ ഇരിക്കുന്നത്. അതങ്ങനെ പോയി വലിച്ചെടുത്ത് അടിക്കാൻ പറ്റും. ഇനി പോട്ടെ, നമ്മൾ വിചാരിക്കുകയാണ് സെറ്റ് ബോക്സ് എടുത്ത് മാരിയോ ബ്രദർ അടിച്ചു നോക്കി. ഈ തലയിൽ സ്റ്റിച്ച് വന്നാൽ തല മുടി അടക്കം വെച്ച് കിട്ടുമോ? ഷേവ് ചെയ്യില്ലേ? ഇവിടെ മുടി പോവില്ലേ? അത് കഴിഞ്ഞ് 3-4 ദിവസം ഒരു പ്രോഗ്രാം എടുത്തിട്ടുണ്ട് കൊരട്ടിയിൽ. സോഷ്യൽ മീഡിയയിൽ കിടക്കേണ്ട വീഡിയോ കാണാം. കെട്ടില്ല. സ്റ്റിച്ചിട്ട ആൾക്ക് അങ്ങനെ പോകാൻ പറ്റുമോ? ചോദ്യം നമ്പർ 1. അടുത്ത ചോദ്യം, കോമൺ സെൻസ് ഉള്ള ആൾ ചിന്തിക്കണം, ഇവിടെ മാത്രമേ ബ്ലഡ് ഉള്ളൂ, ഇത് കൂടെ ഒലിച്ച പാടോ കാര്യങ്ങളോ ഈ സൈഡ് കൂടെ വന്നതിൻ്റെ ഒന്നും കാണുന്നില്ല. എങ്ങനെ ഇവിടെ മാത്രം ബ്ലഡ് വന്നു? കയ്യിൽ കടിച്ച പാടിട്ട് വന്നു. സ്റ്റേജിൽ വീഡിയോയിലൊക്കെ കയ്യും കാലൊക്കെ പൊക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഒരിടത്ത് കടിച്ച പാട് കണ്ടു? ഇല്ല. ഇനി 70,000 രൂപയുടെ ഫോൺ അവരുടെ കയ്യിലുണ്ട്. പൊട്ടിയിട്ടൊന്നും കണ്ടില്ല. ഇനി കൊണ്ടുപോയി അന്നൊക്കെ മാറ്റി കിട്ടുന്ന വല്ല ടെക്നോളജി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ CCTVയുടെയും DVRന്റെയും കഥ പറഞ്ഞല്ലോ, അതും ജിജിയുള്ള വീട്ടിൽ സ്ഥാപിച്ചതാണ്. അവിടെ ആരോ കയറി ഇറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ബ്രദർ സ്ഥാപിച്ചതാന്ന് പറഞ്ഞു. അതിലെന്താ ഒരു ഇതുള്ളത്? അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ജിജിക്ക് ഉണ്ടായിരുന്നു? ചിലതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ചിലതൊക്കെ കേട്ടിട്ടുണ്ട്. ഞാനത് ഇപ്പോൾ പറയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ പ്രൂഫില്ല കാര്യം ഞാൻ പറയും. എനിക്ക് പേഴ്സണലി അറിയാവുന്ന കാര്യം ഞാൻ പറയും. ഞാൻ അങ്ങനെയാണ്. അതായത് മുമ്പും ഞാൻ പല കാര്യങ്ങളിലും ഞാൻ വളരെ സത്യസന്ധമായിട്ട്, അതിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വണ്ടി എടുത്തതിൽ ഇതൊരു വിഷയം വന്നിട്ട് അവിടെ എനിക്ക് പറ്റിയൊരു ഫാൾട്ട് അതാണ്. അവൻ ചെയ്ത തെറ്റിത്തരം ഞാൻ പച്ചയ്ക്ക് വീഡിയോയിൽ പറഞ്ഞു. അത് അവന് ഇഷ്ടപ്പെട്ടില്ല. അവൻ എന്നെ തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞു. ചെയ്താൽ പറഞ്ഞു. അത് എനിക്ക് പ്രൂവായ കാര്യം. ബാക്കിയുള്ള കാര്യം ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്കറിയാവുന്ന കാര്യത്തിൽ ചിലതൊക്കെ ഞാൻ ചില വേണ്ടാത്ത സാഹചര്യത്തിലൊക്കെ ചിലതൊക്കെ കണ്ടിട്ടുണ്ട്. അത് വേണ്ട എന്നുള്ളത് ഞാനും ചേച്ചിയോട് പറയുമ്പോൾ കേൾക്കില്ല. അത് വിട്ടു. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ എന്താ പറയുക, പലരും കുത്തി നാട്ടിക്കാതിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അവർ മദ്യപിക്കും എന്ന് ഒരുപാട് ആരോപണം ആണുള്ളത്. ആ ഓഡിയോ ഇപ്പം നമ്മൾ പ്ലേ ചെയ്തത് എന്ത് ഓഡിയോ ആയിരുന്നു? അത് ഓഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞങ്ങളെ ഫിലോക്കാലെ ഫൗണ്ടേഷൻ്റെ അകത്ത് നമ്മളൊരു ബോർഡ് മീറ്റിംഗ് കൂടി. ഞാനുണ്ട്, ദേവസ്യമാഷുണ്ട്, സുലേഖ ടീച്ചറുണ്ട്, മഹേഷ് വക്കീലുണ്ട്, മാരിയോ ബ്രദറുണ്ട്, ചേച്ചിയുണ്ട്, ചേച്ചിയുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റാഫുകളെല്ലാം അതിന് ചുറ്റും നിൽക്കുന്നുണ്ട്. അവിടെ വെച്ച് ഞങ്ങൾ സംസാരം, സ്വാഭാവികമായിട്ട് ബോർഡ് മീറ്റിംഗ് കൂടുമ്പോൾ സംസാരിക്കുന്ന വിഷയങ്ങളില്ല. അപ്പോൾ പുള്ളിക്കാരി അവിടെ വരികയും അന്ന് 2 അടിച്ചിട്ടാണ് വന്നിരുന്നത്. അതുകൊണ്ടാണ് അത്ര ക്ലിയർ ആയിട്ട് പുള്ളിക്കാരി പറഞ്ഞത്. 2 അടിച്ച് വന്നു, പെട്ടെന്ന് വന്നു, വണ്ടി ചവിട്ടി നിർത്തി ഇറങ്ങി, ഉള്ളിലേക്ക് തള്ളി കുറഞ്ഞു വന്നു, ഡോറ് തുറക്കാൻ പറഞ്ഞു. അവിടെ ഡോറ് ലോക്ക് ചെയ്ത് പ്രസ് മീറ്റ് കൂടുമ്പോൾ പറയില്ല, നമുക്ക് ക്യാബിൻ ക്ലോസ് ചെയ്തിട്ടാണല്ലോ ഇരിക്കുക. അവിടെ വന്ന് കുറേ ഒച്ചമ്പാലൊക്കെ ഉണ്ടാക്കി. അവിടുന്ന് പുള്ളിക്കാരി വന്നു. ഞാൻ ആദ്യം പുള്ളിക്കാരി വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പേ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. കുറേ തെറിയൊക്കെ പറഞ്ഞു. എന്നോട് പറഞ്ഞു, നീ ഇറങ്ങിപ്പോടാ അവിടുന്ന്. മറ്റവനെ മാഷോടും പറഞ്ഞു, നിങ്ങളുടെ മോൻ ചത്തു പോയിട്ട് വരെ നിങ്ങളിവിടെ വന്ന് നിൽക്കേണ്ട ആവശ്യം എന്താ? നിങ്ങൾക്ക് എന്താ അതിൻ്റെ കേട്? നിങ്ങൾക്ക് വേറെ എങ്ങോട്ടും വേറെ പണി നോക്കി പോകൂടെ? ഇവിടെ വന്നിരുന്ന് ഇതാക്കുന്ന എന്തിനാ? ഞങ്ങളുടെ കുടുംബം തകർക്കാൻ വന്നതല്ലേ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ചേച്ചി കുറേ ഡയലോഗുകൾ അടിച്ചു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ഒരു വീഡിയോ എടുത്തു തുടങ്ങി. എന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അത് പുള്ളിക്കാരി ഞങ്ങൾ പൂട്ടിയിട്ടിരിക്കുന്ന ആ വീഡിയോ അല്ല, അത് അടിച്ചുകൊണ്ട് പറയുന്നതാണ്. താക്കോലടക്കം അവിടെ എല്ലാം അഴിക്കുന്നുണ്ട്. പുള്ളിക്കാരിക്ക് വേണമെങ്കിൽ ഇറങ്ങിപ്പോലെ, ആരും പിടിച്ച് നിർത്തിയിട്ടില്ല. എന്നിട്ട് പുള്ളിക്കാരി പറഞ്ഞു തുടങ്ങിയാണ്. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു, എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ ബ്രദർ പറഞ്ഞു, ഇന്ന വിഷയങ്ങൾ, നീ മദ്യപിക്കുന്നതും ഇന്നപോലെ അനധികൃതമായിട്ട് സമ്പാദിച്ച സ്വത്തിൻ്റെയൊക്കെ രേഖകളും കാര്യങ്ങളും തരികയാണെങ്കിൽ നിന്നെ ഇതിലെ നല്ലൊരു സ്ഥാനം തന്നെ ഇരുത്താന്ന് പറഞ്ഞു. അതിനെല്ലാം മറുപടി ആയിട്ട് പുള്ളിക്കാരി പറഞ്ഞതാണ്, ഞാൻ കഴിക്കും, എൻ്റെ കാശ് ഞാൻ കഴിക്കും. ഒന്നുകൂടെ പ്ലേ ചെയ്ത് അതിൻ്റെ കൂടെ പിന്നെ പുള്ളിക്കാരി ഒരു സാധനം കൂടി പറയുന്നുണ്ട്, അത് പുറത്ത് പറയണ്ട കേട്ടോ. പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ വേണമെങ്കിൽ ഫുള്ളായിട്ട് വിടും, പുള്ളിക്കാരിക്ക് തന്നെ ദോഷം ചെയ്യാം.
ലക്ഷം ഞാൻ കൊടുത്തു, ചിട്ടി പിടിച്ച പൈസ. ബാക്കി 15 ലക്ഷം രൂപ ഞാൻ പലിശ കൊടുത്തോണ്ടിരിക്കുക. അവൻ എന്ന് പൈസ കൊടുക്കുന്നോ അന്ന്. കേട്ടില്ലേ, പുള്ളിക്കാരി 5 ലക്ഷം രൂപ പലിശയ്ക്ക് മേടിച്ചു എന്ന് പറഞ്ഞു. അതിൻ്റെ സോഴ്സ് പറഞ്ഞാൽ ആര് പലിശയ്ക്ക് കൊടുത്തു? ഇതൊക്കെ നമ്മൾ കാണണമല്ലോ. ഇത് പുള്ളിക്കാരുടെ ഫേസ് തന്നെ കാണുന്നത്, കണ്ടല്ലോ അറിയാം. വീഡിയോ പുറത്തു വിടണ്ട. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുൾ വീഡിയോ ഇടാം. ഇത് മാത്രമല്ല കേട്ടോ, ഇതേപോലെ പല സമയത്ത് പറയുന്ന പല വീഡിയോസ് കിടക്കുന്നുണ്ട്. നമ്മളാരും ഞങ്ങൾ ഓഡിയോ വിടുന്നില്ല, വീഡിയോ അടക്കം ആളെ ഫേസ് അടക്കം കാണിച്ചു. കാരണം അത് കട്ട് ചെയ്തല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് അങ്ങനെ തന്നെ വെച്ചത്. ഞാൻ ഇത്തരത്തില് മദ്യപിച്ചിട്ട് ഇതേപോലെ അന്നെ അടിച്ചു. അതിൻ്റെ ഫുൾ വീഡിയോയിൽ കാണാം. ആ ഫോൺ കട്ടായി പോയി. എന്നോട് പറഞ്ഞത് എൻ്റെ പുറത്തുനിന്ന് അടിച്ചു, ഇവിടുന്ന് ഇറങ്ങടാന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് എനിക്ക് റെക്കോർഡ് ചെയ്യലാണ്, നീ റെക്കോർഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. കല്ലുപിടിച്ചിട്ടാ പറയുന്നത്. ഇതേപോലെ മദ്യപിച്ച് ഉണ്ടാക്കുന്ന വേറെ ഏതെങ്കിലും ഓഡിയോയുടെ അല്ല, ഞാനൊരു തെളിവും പറഞ്ഞില്ല. ഇല്ല എന്ന് പുള്ളിക്കാരി പറഞ്ഞാൽ ഞാൻ തെളിയിക്കും, പ്രൂഫ് വെച്ച് ഞാൻ പറഞ്ഞുതരാം. അതായത് പീലാർ മൊഴിയിൽ അവരുടെ സ്ഥലമുണ്ട്. അവിടുന്ന് തിരിച്ച് വരുന്ന വഴിയിൽ അടിച്ച് ലെക്ക് കെട്ടിട്ട് വണ്ടി ഒരു മതിൽമ കൊണ്ട് ഇടിച്ചു. മറ്റേ നെപ്പാറ സൈഡിലാണ്. ഒരു വീടിൻ്റെ മതിൽ തകർത്തു. ആ കുറ്റം ഞങ്ങളുടെ ഡ്രൈവറായ ബൈജു ചേട്ടനാണ് അവിടെ പോയിട്ട് അവരെ പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് കേസാവാതെ ഒരു വാർത്തക്കാർക്കും വാർത്ത കൊടുക്കാതെ പുള്ളിക്കാരിയെ വേറെ വണ്ടിയിൽ കയറ്റി വിട്ട് പോകുന്നത്. തെളിവ് ഞങ്ങളുടെ ഡ്രൈവറുണ്ട്. ഇനി വേണമെന്ന് പറഞ്ഞാൽ ആ വീടും കൊണ്ടേ കാണിച്ചാൽ ഇടിച്ചിട്ട മതിലും കാണിച്ചാൽ അവരും പറയും സാക്ഷികൾ പോരെ, പബ്ലിക്കായിട്ട്. അത് പുള്ളിക്കാരി വെല്ലുവിളിക്കുകയാണെങ്കിൽ ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഞാൻ റെഡിയാണ്. ഇടിച്ചിട്ട വീടിൻ്റെ മതിൽ ആ വീട്ടുകാരൻ പറയും ആരാ വണ്ടി ഓടിച്ചെന്ന്. അടിച്ച് പൂസായിരുന്നു, അടിച്ച് ബോധമില്ല. അതെന്താ വെച്ചാൽ പുറത്തറിഞ്ഞ വിഷയം എന്ന് കരുതിയിട്ട് നമ്മുടെ ഓഫീസ് സ്റ്റാഫായ ബൈജു ചേട്ടനാണ് അന്ന് ഇവിടുന്ന് കാർ വിളിച്ച് പോയിട്ട് അവരാ വണ്ടിയിൽ കയറ്റി വിട്ടിട്ട് ഈ വണ്ടി അവിടെ നിന്ന് എടുത്ത് മാറ്റി വർക്ക്ഷോപ്പിൽ ആരും അറിയാതെ പൈസ കൊടുത്ത് ഒത്തീർപ്പാക്കിയത്. ആ ഒത്തീർപ്പാക്കിയതും ഈ പാവപ്പെട്ട ജനങ്ങളുടെ പൈസ. ഓക്കെ, ഇതിൽ കൂടുതൽ തെളിവ് എന്താ വേണ്ടത്? നാട്ടുകാർ മൊത്തം കണ്ടാണ്. അവിടെ അന്ന് അതും പുള്ളിക്കാരി ഒരു യോഗ ഉണ്ടായി, 1:30-2 മണി സമയമായിരുന്നു. അതുകൊണ്ട് അത് ഈ എലഞ്ഞിപ്പറന്ന് ഒരു ഉള്ളേരിയാണല്ലോ, ഗ്രാമപ്രദേശം മൊത്തമല്ല, അധികം ആൾക്കാർ അറിഞ്ഞില്ല. അപ്പോൾ അടിച്ചിട്ടതും പെട്ടെന്ന് ബൈച്ചേട്ടൻ അതിൻ്റെ തൊട്ടടുത്തൊരു ഏതൊരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക എന്തായിരുന്നു. അതുകൊണ്ട് പുള്ളിക്ക് പെട്ടെന്ന് എത്താൻ പറ്റി. പുള്ളിയുടെ മോനും ഉണ്ടായിരുന്നു, ചെറിയ മോനുണ്ട് കൂടെ. അവർ സാക്ഷിയാണ് അതിന്. അവർ പോയി ഇത് വിഷയമാക്കരുത്, ഇങ്ങനെ എന്താ വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ട നഷ്ടപരിഹാരം കാര്യങ്ങളും കൊടുത്ത് സെറ്റ് ചെയ്തിട്ടാണ് പിടുത്തം വിട്ടത്. അല്ലെങ്കിൽ ചേച്ചി പറഞ്ഞിട്ട് വണ്ടി തട്ടിയിട്ടില്ലെന്ന്. ആ വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററി എടുക്കാൻ അറിയാം, എത്ര ഓട്ടം വണ്ടി കൊണ്ടിട്ട് മണിയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ. ഇതൊക്കെ പ്രൂഫിലെ കാര്യമാണ്. പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ പുള്ളിക്ക് തന്നെ പ്രൂവ് ചെയ്യാന്നുള്ളൂ. എൻ്റെ വണ്ടി ഒന്നും തട്ടിയിട്ടില്ല എന്നല്ല, പ്രൂവ് ചെയ്യട്ടെ.